മോർണിംഗ് നമ്മൾ പഠിച്ചു നിർത്തിയത് ബാക്കി പഠിക്കാം. നമ്മൾ പഠിച്ചു നിർത്തിയതാണ് അപ്പോഴ് ട്രാൻസ്ലൊക്കേഷൻ ഓഫ് വാട്ടർ, അതായത് വേരിൽ നിന്നും മുകളിലേക്ക് ജലം കയറുന്ന എങ്ങനെയെന്നുള്ള ചില തിയറീസാണ് പഠിച്ചത്. അതെല്ലാം ഹൈപ്പോത്തിക്കേഷൻ ആണെങ്കിൽ അതെല്ലാം സത്യമാണ്. കാരണം അതുകൊണ്ടാണ് ജലം മുകളിലേക്ക് കയറുന്നത്. പലതും നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുന്നതല്ല, പക്ഷെ ദാറ്റ് ഈസ് ഓക്കെ അല്ലേ, അതാണ് സത്യം. അപ്പോൾ അതിനകത്ത് കുറെ തിയറീസ്, റൂട്ട് പ്രഷർ തിയറി ഉണ്ട്. റൂട്ട് പ്രഷറിനകത്ത് തന്നെ നിങ്ങൾ എക്സുലേഷൻ എന്താണെന്ന് പഠിച്ചു, അതുപോലെ ഗട്ടേഷൻ എന്താണെന്ന് പഠിച്ചു, അതുപോലെ ട്രാൻസ്പിറേഷൻ ഗട്ടേഷനുള്ള വ്യത്യാസം എന്താണെന്ന് പഠിച്ചു. പിന്നെ എക്സുലേഷൻ എങ്ങനെ തെളിയിക്കാം എന്ന് നമ്മൾ ഒരു ചെറിയ എക്സ്പെരിമെന്റ്, ചെടി ഇങ്ങനെ കട്ട് ചെയ്ത് മുറിച്ച് അതിന് ജലം പുറത്തേക്ക് ചാടുന്നത് നോക്കണമെന്ന് ഞാൻ പറയുന്നു. അങ്ങനെ ചെയ്യാം. അത് കഴിഞ്ഞ് ട്രാൻസ്പിറേഷൻ ഫുൾ തിയറി, അത് ഒരു തിയറി കൊണ്ട് പഠിച്ചു. പിന്നെ കോഫിഷ്യന്റ് അഡ്മിഷൻ തിയറി ബൈ ഡിക്സൺ ആൻഡ് ജോളി, അത് പഠിച്ചു. പിന്നെ നമ്മൾ കാപ്പിലറി തിയറി, പിന്നെ അതുപോലെ മറ്റൊന്നാണ് ടെൻസൈൽ ഫോഴ്സ്. ഇതെല്ലാമാണ് വെള്ളത്തെ മുകളിലേക്ക് തള്ളുന്നതെന്ന് പഠിച്ചു. ഓരോന്നും എങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ വേറെ ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് ആ ലെവലിൽ നിന്ന് പഠിക്കാൻ, നമ്മൾ ഡിഗ്രി ലെവലൊക്കെ പോകുമ്പോൾ അതൊക്കെ പഠിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഇനി പറയുമ്പോൾ 2 പോയിന്റുകളാണ്. അതായത് നമ്മൾ ഫോട്ടോസിന്തസിനകത്ത് 2 സൈക്കിൾ പഠിക്കും. അത് ഏതൊക്കെയാണ്? ഒന്ന് C3 സൈക്കിൾ ആണ്, മറ്റൊന്ന് C4 സൈക്കിളാണ്. C3 സൈക്കിൾ, C4 സൈക്കിൾ, 2 സൈക്കിൾ ഫോട്ടോസിന്തസിസ് പഠിക്കും. ഈ 2 സൈക്കിളും, C3 സൈക്കിളാണ് ഏറ്റവും കോമൺ ആയിട്ട് എല്ലാ ചെടിയും നടക്കുന്നത്. C4 സൈക്കിൾ എന്ന് പറയുന്നത് ചില സക്കുലന്റ് പ്ലാന്റുകളിലാണ് നടക്കുന്നത്. മരുഭൂമിയിലൊക്കെ നടക്കുന്ന ഉള്ള ചില ചെടിക്കകത്തും അതുപോലെ ചില മോണോകോട്ടിലൊക്കെ നടക്കുന്ന ഒരു സൈക്കിളാണ് C4 സൈക്കിൾ. അതെന്തോ ആയിക്കോട്ടെ, നമ്മുടെ പുസ്തകത്തിൽ ഒരു വരി കൊടുത്തിട്ടുണ്ട്, അതവിടെ പറയാൻ പോകുന്നത്. അതിങ്ങനെയാണ് പറയുന്നത്: C4 plant twice minimizing the use of water in photosynthesis than C3 cycle എന്നാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിച്ച്, C4 plant twice minimizing the use of water in photosynthesis than C3 plant. എന്ന് വെച്ചാൽ C4 പ്ലാന്റുകൾ C3 പ്ലാന്റ് ഉപയോഗിക്കുന്നതിന്റെ ഇരട്ടി കുറച്ചാണ് വെള്ളം ഉപയോഗിക്കുന്നത്. എന്ത് വളരെ തിരിച്ചൊക്കെ പറഞ്ഞേക്കാണല്ലേ. ഇതിന്റെ അർത്ഥം എന്തോ? C3 പ്ലാന്റിന് C4 പ്ലാന്റിന് ആവശ്യമുള്ള അത്രയും വെള്ളം വേണ്ട എന്നല്ലേ. എൻട്രൻസ് ആണ് ചോദിച്ചേക്കുന്നത്. വിച്ച് പ്ലാന്റ് നീഡ് മോർ വാട്ടർ? C3 പ്ലാന്റ് നീഡ് മോർ വാട്ടർ ഫോർ ഫോട്ടോസിന്തസിസ്, വേർ C4 പ്ലാന്റ് നീഡ് ലെസ് വാട്ടർ. ഇത് വളച്ചൊക്കെ കൊടുത്തിരിക്കുകയാണ്. ഓട്ടെ, ഇത് മനസ്സിലായ ഒരു പോയിന്റ്. ഇനി നമ്മൾ പഠിക്കുന്നത് മിനറൽ അപ്ടേക്ക് ആണ്. ചെറിയ മിനറൽ മുകളിലേക്ക് ഇങ്ങനെ വലിച്ചെടുക്കുന്നതാണ്. മിനറൽ എങ്ങനെ വലിച്ചെടുക്കുന്നത് ഒരു ചാപ്റ്റർ വേറെ നമ്മൾ പഠിക്കും. പക്ഷെ ഇവിടെ ജസ്റ്റ് ഒന്ന് പറയുക, മിനറൽസ് വലിച്ചെടുക്കുന്നത് വെള്ളം മുകളിലേക്ക് വലിച്ചെടുക്കുന്ന കൂടെ തന്നെ വെള്ളത്തിൽ ലയിച്ചുകൊണ്ട് മിനറൽസ് മുകളിലേക്ക് പലതും വരും. അതുകൊണ്ട് മിനറൽ അപ്ടേക്ക് എന്ന് പറയുന്നത് മണ്ണിൽ നിന്നും അങ്ങനെ ഈസി ആയിട്ട് കയറിയെടുക്കുന്ന സംഭവമല്ല. കാരണം വെള്ളത്തിൽ സൈലത്തിൽ എത്തിയ വെള്ളം മുകളിലേക്ക് വയ്ക്കണം, അല്ലെ? സൈലത്തിലെത്തിയ ജലത്തിനകത്ത് മിനറൽസ് ലയിച്ച് മുകളിലേക്ക് വയ്ക്കണം. പക്ഷെ സൈലം വരെ എത്താൻ പാടാണ്. സൈലം വരെ എത്തണമെങ്കിൽ മിനറൽസ് എവിടെ നിന്ന് എങ്ങോട്ട് കിടക്കണം? ഇന്ത്യമായിക്കാണ്. നോക്ക്, വേരിന്റെ ക്രോസ് സെക്ഷൻ, റൂട്ട് ഹെയർ, അത് കഴിഞ്ഞ് സൈഡ്. അപ്പൊ റൂട്ട് ഹെയർ കിടക്കണം, കോട്ടക്സ് കിടക്കണം, ഇങ്ങനെ കിടക്കണം, അല്ലെ? ഈ മിനറൽസ് എല്ലാം തന്നെ മണ്ണിൽ കാണപ്പെടുന്ന എങ്ങനെ? അയോണുകളായിട്ടാണ്. എന്ന് വെച്ചാൽ Fe+ അയോണുകളാണ്, അല്ലെങ്കിൽ K+, Cl-, Mg+, ഇങ്ങനെ അയോണുകളായിട്ട് മാത്രമേ മിനറലുകൾ വലിച്ചെടുക്കപ്പെടത്തുള്ളൂ. ഓക്കെ, അയോണുകൾ ഒരു സെല്ലുകളിലേക്ക് പ്രവേശിക്കുന്ന ഒരിക്കലും എന്തായിരിക്കത്തില്ല? പാസീവ് ആയിരിക്കത്തില്ല. പിന്നെ എന്തായിരിക്കും? ആക്റ്റീവ് ആയിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ചു, പ്ലാസ്മ മെംബ്രേൻ ഒരിക്കലും മിനറലുകളെ കടത്തിവിടത്തില്ല. അതുകൊണ്ട് ആക്റ്റീവായിട്ട് മാത്രമേ വലിച്ചെടുക്കത്തുള്ളൂ, എനർജി ഉപയോഗിച്ച് മാത്രമേ വലിച്ചെടുക്കത്തുള്ളൂ. നമ്മൾ നേരത്തെ പഠിച്ചു അപ്ഹിൽ ട്രാൻസ്പോർട്ട് എന്നൊക്കെ പഠിച്ചല്ലോ. അത് ഈ ലവണങ്ങളെ, മിനറലുകളെ അല്ലെങ്കിൽ ചാർജ് മോളിക്യൂൾസിനെ നമ്മൾ എനർജി ഉപയോഗിച്ച് വലിച്ചെടുക്കുന്ന ആ ഒരു മെത്തേഡിനാണ് അപ്ഹിൽ ട്രാൻസ്പോർട്ട്. നമ്മൾ ഇവിടെ അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. മിനറൽ സബ്സ്ട്രേറ്റിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ കാർബൺ ഈസ് അബ്സോർബ്ഡ് ആസ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ചെടിക്ക് വേണം, പക്ഷെ അത് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്തോളൂ. അപ്പൊ അത് മണ്ണിന് അയണായിട്ടല്ല വലിച്ചെടുക്കുന്നത്. ഹൈഡ്രജൻ എവിടെ നിന്ന് കിട്ടും? വാട്ടറിൽ നിന്ന് കിട്ടും, അല്ലെ? ഓക്സിജൻ എവിടെ നിന്ന് കിട്ടും? അന്തരീക്ഷത്തിൽ കിട്ടിക്കോളും. പക്ഷേ നൈട്രജൻ, ഫോസ്ഫറസ്, സൾഫർ, പൊട്ടാസ്യം, മെഗ്നീഷ്യം, കാൽഷ്യം ഇതെല്ലാം തന്നെ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കണം, അല്ലെ? ഇതെല്ലാം ഏതെടുത്ത് വലിച്ചെടുക്കാത്തുള്ളൂ? അയോണുകളായിട്ട് മാത്രമേ വലിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്ന് കാർബൺ കിട്ടും, വാട്ടറിൽ നിന്ന് ഹൈഡ്രജൻ കിട്ടും, അതുപോലെ തന്നെ ഓക്സിജൻ അന്തരീക്ഷത്തിൽ നിന്ന് കിട്ടും. ബാക്കി നൈട്രേറ്റ്, നൈട്രജന് അല്ലെങ്കിൽ ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽഷ്യം, മെഗ്നീഷ്യം എല്ലാം തന്നെ എവിടെ നിന്ന് കിട്ടണം? മണ്ണിൽ നിന്ന് കിട്ടണം. മണ്ണിൽ വരുന്നത് ഇത് എവിടെ നിന്ന് വരുമെന്ന് നിങ്ങൾക്കറിയാം. മണ്ണിൽ ഈ മിനറൽസ് ഒക്കെ വരുന്നത് പാറ പൊടിഞ്ഞാണ്, അല്ലേ? ഈ മിനറലെല്ലാം മണ്ണിൽ ആൾറെഡി ഉണ്ട്. ഇത് മിക്കപ്പോഴും പാറയിൽ തന്നെയാണ് ഇരിക്കുന്നത്. പാറയായിരുന്നു ആദ്യം ഭൂമിയിൽ മൊത്തം ഉണ്ടായത്. പിന്നെ പൊടിഞ്ഞ് മണലായി മാറിയപ്പോൾ ഇത്ര ലവണങ്ങളും ചെടികൾക്ക് അവൈലബിൾ ആയി ഒട്ടുമിക്കതും ഇതിൽ അയോണുകളായിട്ട് വെള്ളത്തിനകത്ത് നിന്ന് മണ്ണിൽ നിന്ന് ചെടികൾ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവര് അകത്തേക്ക് വലിച്ചെടുക്കുന്നത് ഇവരെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്നാണ് കാരണം. അപ്പോൾ ഈ മിനറലെല്ലാം നേരെ റൂട്ടുകളെ പ്രവേശിക്കുന്നു. നമ്മുടെ നടത്ത സെല്ലുകളെല്ലാം തന്നെ എങ്ങനെയാണ് എനർജി. അതേസമയം സൈഡിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് പോകുന്നത്
പാസീവായിട്ടായിരിക്കും. കാരണം വെള്ളം ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയല്ലേ, നമ്മൾ നദി ഒഴുകുമ്പോൾ തടി ഇട്ട് കൊണ്ടുപോകുന്ന പോലെ പോയിക്കോളും. അപ്പം വലിച്ചെടുക്കുന്ന പ്രക്രിയ, മിനറൽ വലിച്ചെടുക്കുന്ന പ്രക്രിയ ആക്റ്റീവാണ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പഠിച്ചൊരു കാര്യം ഓർത്തു. ഞാൻ നേരത്തെ പറഞ്ഞാണ് വിച്ച് സെൽ അഡ്ജസ്റ്റ് ദ ക്വാളിറ്റി ആൻഡ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ദാറ്റ് ഈസ് ഫ്ലോയിങ് ത്രൂ ദ സൈലം എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. ഈ പടം ഓർമ്മയുണ്ടല്ലോ, ഇങ്ങനെയുള്ള ഒരു പടം. അതിനകത്ത് എൻഡോഡൻസിനകത്താണല്ലോ കാസ്പേരിയൻ സ്ട്രിപ്പ് ഉള്ളത്. അപ്പം സിംപ്ലാസ്റ്റ് പാത്തേ വരുന്നത് നേരെ പോയിക്കോളും, പക്ഷെ അപ്പോപ്ലാസ്റ്റ് പാത്തേ വരുന്നത് ഇവിടെ വെച്ച് സിംപ്ലാസ്റ്റ് ആയിട്ട് പോകും. അപ്പൊ ഏത് സെല്ലാണ് കൺട്രോൾ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു? ദാറ്റ് ഈസ് എൻഡോഡെർമിസ്. എൻട്രൻസിനെ ചോദിച്ചേക്കാം, പരീക്ഷയ്ക്കും ചോദിച്ചേക്കാം. വിച്ച് സെൽ കൺട്രോളിംഗ് അല്ലെങ്കിൽ വിച്ച് സെൽ ഡിറ്റർമിൻ ദ ക്വാളിറ്റി ആൻഡ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ദാറ്റ് ഈസ് ഫ്ലോയിങ് ത്രൂ ദ സൈലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എൻഡോഡെർമിസ് ആണ്. വൈ? ബിക്കോസ് ഇറ്റ് കണ്ടെയ്നിങ് എ തിക്കനിങ് ഇൻ ഇറ്റ്സ് സെൽ വാൾ കാൾഡ് കാസ്പേരിയൻ സ്ട്രിപ്പ് മെയ്ഡ് അപ്പ് ഓഫ് സൂബറിൻ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടല്ലോ. പരീക്ഷയ്ക്ക് ചോദിച്ച സാധ്യതയുള്ള കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അതെല്ലാം മനസ്സിലാവും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സിങ്ക് എന്നൊരു സംഭവത്തെ കുറിച്ച്. സിങ്ക്, വാട്ട് ഈസ് സിങ്ക്? സിങ്ക് ആൻഡ് സോൾട്സ്. സിങ്ക് ആൻഡ് സോൾട്സ്, അതായത് സിങ്ക് ഈസ് എ പാർട്ട് ഓഫ് ദ പ്ലാന്റ് വെയർ മിനറൽസ് ആർ യൂസ്ഫുൾ അല്ലെങ്കിൽ ഫുഡ് ഈസ് യൂസ്ഫുൾ. ചെടിക്ക് എവിടെയാണോ ഭക്ഷണം അല്ലെങ്കിൽ മിനറൽസ് ആവശ്യമുള്ളത് ആ പാർട്ടിനാണ് സിങ്ക്. ഇപ്പൊ നിങ്ങളുടെ വീട്ടില് എവിടെയാണോ ഫുഡ് ഉണ്ടാകുന്നതായാലും സോഴ്സ് എന്ന് വിളിക്കാം. ഇത് ഒരു ചെടിയുടെ ഇല, ഇത് ചെടിയുടെ അഗ്രഭാഗം, ഇത് വേറെയുള്ള ഒരു കിഴങ്ങാണെന്ന് വെച്ചോളൂ, മത്സ്യയുടെ കിഴങ്ങാണെന്ന് വെച്ചോളൂ. ഇത് വളരുന്ന ഭാഗം, ഫുഡ് ഉണ്ടാകുന്ന എവിടെയാണ്? ഇലയിലാണ്. സോ ദാറ്റ് ഈസ് എ സോഴ്സ്. പക്ഷേ ഫുഡ് ഇലയ്ക്കാണോ വേണ്ടത്? അല്ല, അത് വേണ്ടത് ഇതുപോലെയുള്ള മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്, വളരുന്ന ഭാഗങ്ങൾ, സ്റ്റോറേജ് ടിഷ്യൂ. ഇതൊക്കെ തന്നെ എന്താണ്? ഈ സ്റ്റോറേജ് പാർട്ടിലെല്ലാം തന്നെ എന്താണ്? സിങ്കാണ്. അപ്പൊ നിങ്ങൾ വീട്ടിൽ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുമെങ്കിലും അത് കഴിക്കുന്ന ഡൈനിങ് ഹാളിലാണ്. അപ്പോൾ അടുക്കള ഒരു സോഴ്സും ഡൈനിങ് ഹാൾ ഒരു സിങ്കുമാണ്. ചിലപ്പോൾ ഹോട്ടലൊക്കെ കാണുമല്ലോ, ഹോട്ടലിൽ ഫുഡ് ഉണ്ടാക്കുന്ന അടുക്കളയിലാണ്, പക്ഷേ അത് വിതരണം ചെയ്യുന്നത് മെയിൻ ഹാളിലാണ്. അല്ലെ, കല്യാണത്തിന് കലവറ എന്ന് പറയുന്നത് ഒരു സോഴ്സാണ്, പക്ഷേ ഡൈനിങ് ഹാള് അതിന്റെ സിങ്കാണ് എന്ന് പറയുന്ന പോലെയുള്ളൂ. സോ വാട്ട് ഇസ് ദ സിങ്ക്? സിങ്ക് ഈസ് എ പ്ലേസ് വെയർ ദ എലമെന്റ്സ് ആർ യൂസ്ഫുൾ. ഇനി എലമെന്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫുഡാണ്. ചെടിക്ക് ആവശ്യമുള്ള എലമെന്റ് എന്ന് പറയുന്നത് ഓർഗാനിക്കും ഇൻഓർഗാനിക്കും കോമ്പൗണ്ടുകളുടെ രൂപത്തിൽ ഫുഡ്. അപ്പോൾ ഫുഡ് എവിടെയാണോ ഉപയോഗിക്കുന്നത് ആ പാർട്ടിനെ വിളിക്കുന്നതാണ് സിങ്ക്. ഏതൊക്കെയായിരിക്കും അപ്പോൾ സിങ്ക്? എപ്പിക്കൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം എന്ന് വെച്ചാൽ എല്ലാ മെരിസ്റ്റങ്ങളും സിങ്കാണ്. പോരായെങ്കിൽ യങ് ലീഫ് ആണല്ലോ വളരുന്നത്, അതിന് ഫുഡ് വേണം. ഡെവലപ്പിംഗ് ഫ്ലവർ, പൂവിട്ട് വിരിഞ്ഞ് ഫ്ലവറായി മാറുന്ന ഫുഡ് വേണം. അതുപോലെ സീഡ് ഫുഡ് വേണം. അതുപോലെ സ്റ്റോറേജ് ഓർഗൻസ് ഫുഡ് വേണം, അല്ലേ? ഫ്രൂട്ട് ഫുഡ് വേണം. അങ്ങനെ എവിടെയൊക്കെ ഫുഡ് ആവശ്യമുണ്ടോ അതെല്ലാം എന്താണ്? സിങ്കാണ്. പക്ഷെ സോഴ്സ് എവിടെയാണ്? ഫോട്ടോസിന്തസിസ് നടക്കുന്ന സ്ഥലമെല്ലാം തന്നെ സോഴ്സാണ്. സോ പ്ലേസ് വെയർ ഫുഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഈസ് കാൾഡ് സോഴ്സ് ആൻഡ് ഫുഡ് ഈസ് യൂസ്ഡ് ഈസ് കാൾഡ് സിങ്ക്. പരീക്ഷ ചോദിക്കും. പുസ്തകത്തിനകത്ത് വളരെ ഹെഡിങ് ആയിട്ടൊന്നും കൊടുത്തിരിക്കുന്നത്, ജസ്റ്റ് ഒരു വരി അതിന്റെ ഇടയ്ക്ക് കൊടുത്തിട്ടേ ഉള്ളൂ. പഠിച്ചോണം. സിങ്ക് ഈസ് എ പ്ലേസ് വെയർ എലമെന്റ്സ് ഓഫ് ഫുഡ് ഈസ് യൂസ്ഫുൾ ആൻഡ് ദ ഏരിയ അല്ലെങ്കിൽ പ്ലേസ് വെയർ ദ ഫുഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഈസ് കാൾഡ് സോഴ്സ്. നോർമലി ലീഫ് ഈസ് എ സോഴ്സ്, but meristems, young leaf, stem, then fruit, developing flower and storage organs etc. are sink. അത് പഠിച്ചോ. ഇനി എന്റെ ചോദ്യം ഇതാണ്, who will carry the food from source to sink? ഫുഡിനെ സോഴ്സിൽ നിന്ന് സിങ്കിലേക്ക് കൊണ്ടുവന്ന ആരാണ്? ബൈ ഫ്ലോയം. ഫ്ലോയമൊക്കെ പ്രിപ്പയർഡ് ഫുഡിനെ കൊണ്ടുവന്നത്. ഫ്ലോയം ഈസ് ദ ടിഷ്യൂ ദാറ്റ് ഈസ് ട്രാൻസ്പോർട്ടിംഗ് food from source to sink. Vein എന്നാണ് പുസ്തകത്തിൽ. Veins will upload them at the sink region by diffusion and cell will uptake them എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെയിൻ എന്ന് പറഞ്ഞാൽ സൈലോ ഫ്ലോ അടങ്ങിയിട്ടുള്ള വാസ്കുലർ ബണ്ടിൽസ് ആണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ പ്രിപ്പയർഡ് ഫുഡ് വന്ന് ഫ്ലോയത്തിൽ കൂടെയാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി വേറെ രണ്ട് എലമെന്റുകൾ ചെടിക്കാറുണ്ട്. ഒന്ന് റീമൊബിലൈസർ വഴി, മറ്റൊന്ന് ഇമ്മൊബൈൽ. ചെടിയിലുള്ള എലമെന്റ് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. റീമൊബിലൈസർ എലമെന്റ് എന്നും ഇമ്മൊബൈൽ എലമെന്റ്. നിങ്ങളുടെ വീട്ടിലുള്ള വസ്തുക്കളെ രണ്ടായിട്ട് തരംതിരിക്കാം. എടുത്തു മാറ്റാവുന്ന, അങ്ങോട്ടും എടുത്ത് മാറ്റാവുന്ന, ഡെസ്ക്, ബെഞ്ച്, കസേര, മേശ, ബുക്ക് ഷെൽഫ് എല്ലാം അങ്ങോട്ട് എടുത്ത് മാറ്റാം. ചട്ടികളും എടുത്ത് മാറ്റാം, അല്ലെ? പക്ഷെ നിങ്ങളുടെ വീട്ടിലുള്ള ജനലും കഥവും അങ്ങോട്ട് എടുത്ത് മാറ്റാൻ ഒക്കത്തില്ല. അപ്പൊ നിങ്ങളുടെ വീട്ടിലുള്ള ഡെസ്കും ബെഞ്ചും മേശയും കസേരയും എല്ലാം റീമൊബിലൈസബിൾ, അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി വീണ്ടും തിരിച്ചു വയ്ക്കാം. പക്ഷേ ജനലും കഥവുമെല്ലാം ഇമ്മൊബൈലാണ്. ഇതുപോലെ ചെടിക്കകത്ത് ചില എലമെന്റുകളുണ്ട്. അത് നോക്കൂ, PSNK
പൊട്ടാസ്യം, സൾഫർ, നൈട്രജൻ, അതുപോലെ ഫോസ്ഫറസ്, ഇവയൊക്കെ ചെടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകും. എന്നാൽ കാൽഷ്യം എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരാൻ എന്താ കാര്യം? കാൽഷ്യം ഈസ് എ കമ്പോണന്റ് ഓഫ് സെൽ വാൾ. സെൽ വാളിന്റെ കമ്പോണന്റ് നമ്മൾ പഠിച്ചില്ലേ, മിഡിൽ ലാമെല്ലൈസ്മെന്റ്. അപ്പോൾ കാൽഷ്യം, മെഗ്നീഷ്യം, പെക്ടേറ്റ് അല്ലേ. അപ്പൊ കാൽഷ്യം എന്ന് പറയുന്നത് സെൽ വാളിന്റെ ഭിത്തിയിലുള്ള. അപ്പൊ നിങ്ങളുടെ ശരീരത്ത് ബ്ലഡിനകത്തോട് അങ്ങോട്ടുള്ള വസ്തുക്കൾ കൊണ്ടുപോകും, പക്ഷെ എല്ലാം അങ്ങോട്ടും കൊണ്ടുപോകാൻ നോക്കില്ല, കാരണം സ്ഥിരമായിട്ടിരിക്കുന്നത്. അതുപോലെയാണ് PSNKR മൊബിലൈസബിൾ എലമെന്റ് ആൻഡ് കാൽഷ്യം ഈസ് ഇമ്മൊബൈൽ എലമെന്റ്. അർത്ഥം ചെടിക്കകത്ത് അങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റില്ല, അത് സെൽ വാളിന്റെ കമ്പോണന്റ് ആണ്, അവിടെ തന്നെ ഇരുന്നേക്കും അല്ലേ. അത് പോയിന്റ് മനസ്സിലായാലും ഇനി അടുത്ത ചോദ്യമാണ് ഇമ്പോർട്ടന്റ്. അതായത് ഇത് മനസ്സിൽ വെച്ചോളൂ, ഒരു ചെടിയോട് നിൽക്കുന്നു, ഇത് കുഞ്ഞല, ഇത് വലിയല. ഓക്കെ, മണ്ണിൽ ഈ എലമെന്റുകൾ കുറഞ്ഞു, ഈ റീമൊബിലൈസ്ഡ് എലമെന്റുകൾ കുറവാണ് മണ്ണിൽ. ഇത് മെച്ചർ ലീഫാണ്, വളർച്ചയെല്ലാം കുറഞ്ഞു. ഇത് യങ് ലീഫാണ്, വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതാർക്കാണ് ഫുഡ് കൂടുതൽ ആവശ്യം? യങ് ലീഫിന് അല്ലേ. നിങ്ങളുടെ വീട്ടിൽ ഒരു 90 വയസ്സായ ഒരാളുണ്ട്, ഒരു അപ്പൂപ്പനുണ്ടെന്ന് വെച്ചോളൂ, ഒരു കൊച്ചു കുട്ടികളുണ്ട്. 90-95 വയസ്സായ അപ്പൂപ്പനെ സംബന്ധിച്ച് വളർച്ചയൊന്നും ഇനിയില്ല, ഫുഡൊക്കെ കുറച്ചേ കൊടുക്കുക, അതിന് കാര്യമില്ല, കാരണം പുള്ളി ദഹിക്കത്ത് പോലുമില്ല. കുട്ടികൾക്കോ വളർന്ന കുട്ടികളാണ്, അത് പെട്ടെന്ന് ഒരുപാട് ഫുഡ് കൊടുക്കുന്നത്, ബൂസ്റ്റും കോംപ്ലാനും എല്ലാം കൊടുത്ത് കുട്ടികൾ വളർത്തിയെടുക്കുകയും ചെയ്യുന്നതല്ലേ. അതുപോലെയാണ് ഇവിടെ എങ്ങനെ വലുതാണ് കൂടുതൽ ഫുഡ് അതിന് ആവശ്യം. ഇത് മെച്ചവരെയാണ്, നല്ല വളർച്ചയൊക്കെ അവസാനം ഫുഡൊന്നും വലിയ ആവശ്യമില്ല. അപ്പോൾ മണ്ണിൽ ഇത് രണ്ടുമില്ല, ഈ എലമെന്റ് ഉള്ളത് മണ്ണിൽ ഇല്ലാന്ന് വെച്ചോളൂ. അപ്പൊ ചെടി എന്ത് ചെയ്യും? ഇയാൾക്ക് ഫുഡ് വേണം, മണ്ണിൽ കിട്ടുന്നില്ല. അപ്പോഴത്തെ ഇയാൾക്കുള്ള ഇരിക്കുന്ന ഫുഡ് ഇനി വലിച്ചെടുത്ത് താൻ കൊടുക്കും. മെച്ചർ ലീഫിന് വലിച്ചെടുത്ത് എങ്ങനെ ലീഫിന് കൊടുക്കും? അപ്പോഴത്തേക്ക് മെച്ചർ ലീഫ് പഴുത്ത് താഴെ വീഴുന്നുണ്ടല്ലേ. അങ്ങനെയാണ്. മണ്ണിൽ വേണ്ടത്ര വളം ഉണ്ടെങ്കിൽ ഇലകൾ പൊഴിച്ചു കൊടുത്തില്ല. അതിന്റെ കാര്യമാണ് എന്ത് ചെയ്യുന്നു? പ്ലാന്റ് അബ്സോർബ് ദിസ് മൊബൈലൈസ്ഡ് എലമെന്റ് ഫ്രം മെച്ചർ ലീഫ് ടു യങ്ങർ ലീഫ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്, മണ്ണിൽ മൊബിലൈസ്ഡ് എലമെന്റുകൾ കുറവാണെങ്കിൽ രോഗലക്ഷണം ആദ്യം ആര് കാണിക്കും, പിന്നെ ആര് കാണിക്കും? ആദ്യം ആര് കാണിക്കും? മെച്ചർ ലീഫ് കാണിക്കും. കാര്യം എന്താ? അത് വലിച്ചെടുത്ത് യങ്ങർ ലീഫിന് കൊടുത്തു, അപ്പൊ യങ്ങർ ലീഫ് വലുതാവാണ്. കുറെ കഴിയുമ്പോൾ വലിച്ചെടുക്കാനില്ല, അപ്പൊ അയാൾ സിംറ്റം കാണിക്കും, രോഗലക്ഷണം കാണിക്കും അല്ലേ. അതിന് ശരി, ഇപ്പൊ നിങ്ങൾ കുറച്ച് ഫുഡ് ഉണ്ടാക്കി അപ്പൂപ്പനും കൊടുത്തു, കുറ്റിക്കും കൊടുത്തു, പക്ഷെ കുട്ടിയുടെ നാലോടിക്കായിരിക്കും നിറഞ്ഞില്ല എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അപ്പൂപ്പൻ്റെ അടുത്ത് കുട്ടി കൊടുക്കും. അപ്പൊ ആദ്യം വിശക്കുന്ന ആർക്കായിരിക്കും? അപ്പൂപ്പനായിരിക്കും, കാരണം അപ്പൂപ്പന് കുട്ടി കൂട്ടി കൊടുത്തില്ലേ. അതുപോലെയാണ്. സോ ഓർക്കുക, when mobilized elements are deficient in the soil, the deficiency symptom എന്ന് വെച്ചാൽ അർത്ഥം ഡെഫിഷ്യൻസി സിംറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ലവണങ്ങൾ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ശരീരം കാണിക്കുന്ന രോഗലക്ഷണങ്ങളാണ് ഡെഫിഷ്യൻസി സിംറ്റം എന്ന് വിളിക്കുന്നത്, ഡിസീസ് സിംറ്റം എന്ന് വിളിക്കുക. അപ്പൊ നിങ്ങളുടെ ഭക്ഷണത്തിൽ അയഡിൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോയിറ്റുണ്ടാകും. ഡെഫിഷ്യൻസി നിങ്ങളുടെ ഭക്ഷണത്തിൽ വേണ്ടത്ര അയഡിൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിളർച്ചയുണ്ടാകും. വൈറ്റമിൻ എ ഇല്ലെങ്കിൽ കാഴ്ചയെ ബാധിക്കും. ഇതെല്ലാം തന്നെ ഡെഫിഷ്യൻസി സിംറ്റംസ് ആണ്. അതേപോലെ ഇപ്പോ മണ്ണിൽ റീമൊബിലൈസ്ഡ് എലമെന്റ് ഇല്ലെങ്കിൽ ആദ്യ രോഗലക്ഷണം ആര് കാണിക്കും? മെച്ചർ ലീഫ് കാണിക്കും, പിന്നീട് യങ്ങർ ലീഫ് കാണിക്കത്തുള്ളൂ. മനസ്സിലായോ? ഓക്കെ, ഇത് ചോദിക്കും. when mobilized element are remobilized element are deficient in the soil, who will show deficiency in the first, whether യങ്ങർ ലീഫ് or മെച്ചർ ലീഫ്? ആരാണ്? മെച്ചർ ലീഫ്. because plant will withdraw it and supply to യങ്ങർ ലീഫ്. ഓക്കെ, ഇതാണ് ഓർമ്മയെങ്കിലും. ഇമ്മൊബൈൽ എലമെന്റ് ആണ് മണ്ണിൽ കുറവെങ്കിലും ഇതിനകത്ത് എടുത്തു കൊടുക്കാൻ ഒക്കത്തില്ല. കാരണം ഇയാളുടെ സെൽവാളിന്റെ ഭാഗമാണ്, എടുത്തു കൊടുക്കാൻ ഒക്കത്തില്ല. അപ്പൊ ആദ്യം ആ രോഗലക്ഷണം കാണിക്കും, യങ്ങർ ലീഫായിരിക്കും രോഗലക്ഷണം കാണിക്കുന്നത്. അയാൾക്ക് വേണം, അത് വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞിലേക്ക് ഇത് കിട്ടുന്നില്ല. അപ്പൊ വളർച്ചയിൽ നിന്നു. ഇയാളെ വളർച്ച അവസാനിച്ചാൽ ഇയാൾക്ക് കുഴപ്പമില്ല. ആരായിരിക്കും ആദ്യം രോഗലക്ഷണം കാണിക്കുന്നത്? യങ്ങർ ലീഫായിരിക്കും. അത് മനസ്സിലായില്ല? ഇതുപോലെ പരീക്ഷ ചോദിച്ചുള്ളതാണ്, ഓർത്തുകൊള്ളുക. വെൻ റീമൊബിലൈസ്ഡ് എലമെന്റ് ആർ ആബ്സെന്റ് ഇൻ ദ സോയിൽ, ഏതൊക്കെയാന്ന് വെച്ചാൽ PSNKR ആണ്. Disease symptom will first show by the mature leaf, later by younger leaf, because plant withdrawing these elements from mature leaf and supplying to younger leaf. But if immobile elements are absent in the soil, disease symptom will be first shown by younger leaf, later by mature leaf. കാരണം മെച്ചർ ലീഫിന് അത് കുറഞ്ഞാലും കുഴപ്പമില്ല, കാണാനായിട്ടുള്ള എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. പക്ഷെ വളരുന്ന യങ്ങർ ലീഫിന് അത് ആവശ്യമാണ്, കിട്ടുന്നില്ല. വളരെ ലക്ഷണമാണ്. ഓക്കെ, ഇനി സൈലം ട്രാൻസ്പോർട്ടിനെ കുറിച്ചാണ്. സൈലത്തിൽ കൂടെയാണ് ജലവും ലവണങ്ങളും ഒഴുകുന്നത്, അല്ലെങ്കിൽ മിനറൽസ് ഒഴുകുന്നത് എന്നൊക്കെ എങ്ങനെ തെളിയുന്ന അറിയുമ്പോൾ, ഒരു ചെടി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ
അതിന്റെ സൈലത്തിൽ നിന്നുള്ള ഫ്ലൂയിഡ് ഒരു സിറിഞ്ച് ഉപയോഗിച്ച് വലിച്ചെടുക്കും. എന്നിട്ട് അത് അനലൈസ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്ത് കാണും? നൈട്രേറ്റ് കാണും, ഫോസ്ഫറസ് അയൺ കാണും, സൾഫർ അയൺ കാണും, കാൽഷ്യം അയൺ കാണും, പൊട്ടാസ്യം അയൺ കാണും, ഇതെല്ലാം കാണും അല്ലേ? പക്ഷെ നമ്മൾ ഫ്ലോയത്തിൽ നിന്നാണ് വലിച്ചെടുക്കുന്നതെങ്കിലും പ്രിപ്പയർഡ് ഫുഡ് ആയിരിക്കും. ഗ്ലൂക്കോസ്, ഫാറ്റ്, അമിനോ ആസിഡ് ഒക്കെ ആയിരിക്കും അതിനകത്ത് കാണും, വൈറ്റമിൻസ് ഒക്കെ ആയിരിക്കും കാണും. മനസ്സിലായി? അതൊന്ന് പിന്നെ പഠിക്കും. അപ്പോൾ ഹൗ ക്യാൻ യു പ്രൂവ് ദാറ്റ് water and minerals are flowing through the xylem? When we are taking the exudation from the xylem, by analyzing it, we can see that it contains water, minerals and solid ions. അങ്ങനെ നമുക്ക് തെളിയിക്കാൻ കഴിയുന്ന പറയുന്നതിൽ കാര്യങ്ങൾ ഓർക്കുക. xylem is unidirectional, where phloem is bidirectional. അത് ഇമ്പോർട്ടന്റ് ആണ്. xylem unidirectional, phloem bidirectional. ഇത്ര നേരം പഠിച്ചത് നമ്മൾ ചില കാര്യങ്ങളെല്ലാം പഠിച്ചു. എങ്ങനെ ജലം ഇലയിലെത്തുന്നു, എങ്ങനെ ജലം വേരിൽ പ്രവേശിക്കും, എങ്ങനെ ലവണങ്ങൾ വേരിൽ പ്രവേശിക്കും. ലവണങ്ങൾ പ്രവേശിക്കുന്നത് ആക്റ്റീവായിട്ടാണ്, ജലം പ്രവേശിക്കുന്നത് പാസീവായിട്ടാണ്. എന്നാൽ സൈലത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരൊക്കെ അവിടെ ചേർന്ന് ഒന്നിച്ചങ്ങ് മേലോട്ട് പോകും. അതുകൊണ്ടാണ് അസെന്റ് ഓഫ് സാപ്പ് എന്ന വാക്ക് ആദ്യം ഞാൻ ഉപയോഗിച്ചത് അല്ലേ? അസെന്റ് ഓഫ് വാട്ടർ എന്നല്ല, അസെന്റ് ഓഫ് സാപ്പ്. സാപ്പത്തിന്റെ കറന്ന് ശബ്ദത്തിന്റെ വെള്ളം മാത്രമല്ല, അതിനകത്ത് ലവണങ്ങൾ ജയിച്ചിട്ടുണ്ട്. പാസീവായിട്ട് കയറി ജലം മുകളിലേക്ക് പോകുമ്പോൾ ആക്റ്റീവായിട്ട് കയറി ലവണങ്ങളിലൂടെ ഒപ്പം ചാടി കയറി നദിയിലൂടെ വെള്ളം ഒഴുകുമ്പോൾ തടിയിൽ കൂടെ പോകുന്ന പോലെ മേലോട്ട് വയ്ക്കും. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്ലോയം ട്രാൻസ്പോർട്ടാണ്. ഇലയിലുണ്ടായ ഫുഡ് എങ്ങനെ താഴേക്ക് വരുന്നു എന്നൊക്കെയാണ്. നമുക്ക് താഴേക്കല്ല എപ്പോഴും വരേണ്ടത്, ഞാൻ പറഞ്ഞു തരുന്നു. ഇതൊരു ചെടിയുടെ മെരിസ്റ്റം, കുഞ്ഞിലയൊക്കെ. ഇതാണ് ഇല. ഇത് താഴെ ഒരു വേര്, ഇത് വേര്. ഡയഗ്രമാറ്റിക്കായിട്ടും പറയുക. ഇവിടാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. ഫോട്ടോസിന്തസിസ് വഴി. സംശയമില്ലല്ലോ. ഇത് ആര് വഴി പോകണം? സൈലം വഴി പോകുമോ? ഇല്ല, ഫ്ലോയം വഴി തന്നെ പോകണം അല്ലേ? അപ്പൊ ഫ്ലോയം വഴി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കൊണ്ടുപോകണം. സിങ്ക് ആണല്ലോ, ആണ്. അപ്പൊ ഇങ്ങോട്ട് പോകണം, ഇനി വേരിലോട്ടും പോകണം. അപ്പൊ താഴോട്ട് മുകളിലേക്ക് എല്ലാം കൊണ്ടുവരും അല്ലേ? അപ്പൊ നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോയം ഹാസ് ടു ട്രാൻസ്പോർട്ട് പ്രിപ്പയർഡ് ഫുഡ് മെറ്റീരിയൽ ഫ്രം ദ റീജിയൻ ഓഫ് സിന്തസിസ് ടു ദ നീഡഡ് പ്ലേസസ്. അതല്ലേ അർത്ഥം? എവിടെ വേണോ അവിടെ ആ നീഡഡ് പ്ലേസിലാണ് സിങ്ക് എന്ന് വിളിക്കുന്നത് അല്ലേ? അപ്പൊ ഫ്ലോയത്തിൽ ഇവിടെ ഇങ്ങനെ ഒഴുകുന്നു, അത് നമ്മൾ പഠിക്കാൻ മനസ്സിലാണ്ട് ഫ്ലോയം ട്രാൻസ്പോർട്ട് അല്ലേ? ഇത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പ്രഷർ ഫ്ലോ ഹൈപ്പോത്തസിസ് അഥവാ മഞ്ച് ഹൈപ്പോത്തസിസ് എന്നൊരു തിയറി ഉണ്ട്. പ്രഷർ ഫ്ലോ ഹൈപ്പോത്തസിസ് അഥവാ മാസ് ഫ്ലോ ഹൈപ്പോത്തസിസ് ഒരു തിയറി ഉണ്ട്. അത് ഫ്ലോയം ട്രാൻസ്പോർട്ട് എങ്ങനെ നടക്കുന്നു എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയാണത്. ഫ്ലോയം ട്രാൻസ്പോർട്ട് ഇതെങ്ങനെയാണ് നടക്കുന്നതെന്ന് തെളിയിക്കുന്ന രണ്ട് തിയറിയാണ്. ഒന്ന് പ്രഷർ ഫ്ലോ ഹൈപ്പോത്തസിസ് അഥവാ മാസ് ഫ്ലോ ഹൈപ്പോത്തസിസ്. പ്രഷർ അഥവാ മാസ് ഫ്ലോ ഒന്നുമില്ല. നിങ്ങൾ ബസ്സിനകത്ത് കയറാൻ വേണ്ടി ഭയങ്കര തെല്ലുള്ളപ്പോൾ ഒന്ന് പടി കയറി നിന്നാൽ മതി അല്ലേ? നിങ്ങളെ തെള്ളി അതുകൊണ്ട് ഇരുത്തിക്കൊള്ളുമല്ലോ. അത് തന്നെ ഇവിടെ നടക്കാം. അവിടെ ഉണ്ടായ ഒരു പ്രഷർ അല്ലെങ്കിൽ ഒരു മാസ്, ഒരു തള്ള്, അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുക്കുന്നതെന്നാണ് ഈ തത്വം പറയുന്നത്. അത് മനസ്സിലാക്കാനായിട്ട് ഒരു തിയറി ഉണ്ട്. ആ തിയറി ഇത് ഞാൻ വീണ്ടും വരയ്ക്കേ. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അത് മനസ്സിലായാലും നിങ്ങൾക്ക് കുറെ വ്യക്തമാവും. ഇത് മഞ്ച് എന്നൊരു സയൻസ് ഉണ്ട്, തിയറിയാണ്. മഞ്ച് ഹൈപ്പോത്തസിസ് വിളിക്കുന്നത്. നമുക്ക് ഞാൻ ഡയഗ്രമാറ്റിക്കോട്ട് വരിക. ഇത് ലീഫാണ്. ഡയഗ്രമാറ്റിക്കോട്ട് വരിക. ഇത് സൈലം, ഇത് ഫ്ലോയം, ഇത് റൂട്ട്. ഒരു ഡയഗ്രമാറ്റിക് പ്രസന്റേഷൻ. ഇല ഫോട്ടോസിന്തസിസ് നടക്കുക. സൂര്യ ഉദിച്ചു, പ്രകാശം വേണം, എന്തുണ്ടാകും? ഫോട്ടോസ്. ഇപ്പൊ എന്തുണ്ടാവും? ഗ്ലൂക്കോസ് ഉണ്ടാവും. സംശയമില്ലല്ലോ. ഇല്ല. അപ്പൊ ഇലക്കകത്ത് ആൾറെഡി ജലമുണ്ട്, ഗ്ലൂക്കോസ് ഇല്ല, അത് ലയിക്കും. ഗ്ലൂക്കോസ് വെള്ളത്തിൽ ലയിക്കുമല്ലോ. അപ്പൊ എന്ത് സംഭവിക്കും? സൈഡ് ഡബ്ല്യു കുറയും, ഡിഫ്യൂഷൻ പ്രഷർ കുറയും, OP കൂടും. ശരിയല്ലേ? വെള്ളത്തിൽ സൊല്യൂട്ടിലേക്കും ഇതല്ലേ സംഭവിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ സൈലത്തിലുള്ള ജലം അങ്ങോട്ട് കടക്കും. അതല്ലേ അതിന്റെ രീതി അല്ലേ? ഇവിടെ ഗ്ലൂക്കോസ് അളവ് കൂടുമ്പോൾ ഇതെല്ലാം കുറയുമ്പോൾ അത് കൂടി നിൽക്കുന്നത് അങ്ങോട്ട് പ്രവേശിക്കുമല്ലോ. അപ്പൊ ഇവിടെ ഒരു മർദ്ദം ഉണ്ടാവുമല്ലോ. ബസ്സിനകത്ത് ആള് കൂടുമ്പോൾ ഞെരുക്കം പോലെ. അപ്പൊ ഇല വീർപ്പാണ് ചെയ്യുന്നത്. ഇല അങ്ങനെ ഇരിക്കും. മർദ്ദം ഉണ്ടാകുമ്പോൾ ആ മർദ്ദത്തിന്റെ ഫലമായി ഇവിടുന്ന് ജലവും ഗ്ലൂക്കോസും ഇവിടെ പ്രവേശിക്കും, ഫ്ലോയത്തിലേക്ക് പ്രവേശിക്കും. ഓക്കെ. എന്നിട്ട് അത് വഴി എവിടെ എത്തും? വേരിലെത്തുമ്പോൾ ഈ ഗ്ലൂക്കോസ് ഒന്നിൽ സ്റ്റാർച്ചായി മാറും.
അല്ലെങ്കിൽ സെല്ലുലോസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോഴത്തേക്കും വെള്ളത്തിൽ ഗ്ലൂക്കോസ് അവിടെ കുറഞ്ഞു. അപ്പൊ ഇതെല്ലാം നേരെ തിരിച്ചാവും. വാട്ടർ പൊട്ടൻഷ്യൽ കൂടും, DP കൂടും, OP കുറയും. അപ്പൊ ആ ജലം അവിടെ നിന്ന് തിരിച്ച് സൈഡിലോട്ട് കയറും. അപ്പൊ ജലം വീണ്ടും അതായത് ഇങ്ങനെ നമ്മൾ ജലം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ബൈ ദ പ്രഷർ ഡെവലപ്പ് അല്ലേ? അതിന് ഇവിടെ ഉണ്ടായ ഗ്ലൂക്കോസ് ഇവിടെ വന്നുകൊണ്ടിരിക്കും. ജലങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കും. ഇവിടെ ഉള്ള ഗ്ലൂക്കോസ് ഇവിടെ വന്ന് സ്റ്റാർച്ചായി അല്ലെങ്കിൽ സെല്ലോസായി മാറിക്കൊണ്ടേയിരിക്കും. ഇത് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്ത് തീരുകയാണ്. പഠിക്കാനില്ല, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞുള്ളൂ. മഞ്ചെന്ന സയൻസ് അത് കൊണ്ടുവന്നു. ഇത് വെച്ച് നമുക്ക് ഈ മാസ് ഫ്ലോ ഹൈപ്പോത്തസിസ് എന്ന് പറയാം. ഇത് ചെടിയുടെ ഒരു ബഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെരിസ്റ്റം. ഇതൊരു ഇല ഡയഗ്രമാറ്റിക്കായിട്ട് വരയ്ക്കാം കേട്ടോ. ഇത് സ്റ്റെം, റൂട്ട്, പുസ്തകത്തോടെ പാടമാണ് റൂട്ട്. ഇത് സൈലോ ഫ്ലോയോ ഉണ്ടല്ലോ, ഇന്ന് സംശയം എഴുതാം. സൈലോ ഒപ്പം ചേർന്ന് ഫ്ലോയോ ഉണ്ട്. ഫ്ലോയോ ഫ്ലോയോ ഇങ്ങനെ പോകണം. ശ്രദ്ധിക്കുക, ഏരിയയിൽ ഫോട്ടോസാണ്. ഇത് മീസോഫിലാണ്. ഇവിടെ ഫോട്ടോസാണ്. എന്തുണ്ടാവും? ഗ്ലൂക്കോസ് ഉണ്ടാകും. ഗ്ലൂക്കോസ് ഒരു മോണോസാക്കറൈഡ് ആണ്. പെട്ടെന്ന് അതിന് ഡൈസാക്കറൈഡാക്കി മാറ്റും. അതിന് പേര് സൂക്രോസ് എന്നാണ്. ഗ്ലൂക്കോസ് കൺവേർട്ടഡ് ഇൻടു സൂക്രോസ്. സൂക്രോസ് ഇസ് ഡൈസാക്കറൈഡ്. ഓർക്കണം, ചെടിക്കകത്ത് ഗ്ലൂക്കോസ് അങ്ങോട്ട് കൊണ്ടുവന്നത് ഗ്ലൂക്കോസ് ആയിട്ടല്ല, സൂക്രോസ് ആയിട്ടാണ്. എന്നിട്ട് നേരെ ഇത് ആക്റ്റീവായിട്ടല്ല, പാസീവായിട്ട് ഈ ഫ്ലോയത്തിന്റെ കമ്പാനി സെല്ലിൽ പ്രവേശിക്കും. ഇറ്റ് എന്റർ ഇൻടു കമ്പാനി സെൽ പാസീവ്ലി. എനർജി ഇല്ലാതെ പാസീവായിട്ട് ഇവിടെ പ്രവേശിക്കും, കമ്പാനി സെല്ലിൽ പ്രവേശിക്കും. അവിടുന്ന് നേരെ ആക്റ്റീവായിട്ട് CV ട്യൂബ് സെല്ലിൽ പ്രവേശിക്കും. എൻട്രസി വരയ്ക്ക് എവിടെ എങ്ങനെ കയറുന്നത്? അപ്പൊ ആദ്യം ഇലയിൽ ഫോട്ടോസ് നടക്കുന്നു, ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു, അത് സൂക്രോസായി മാറുന്നു, പാസീവായിട്ട് കമ്പാനി സെല്ലിൽ പ്രവേശിക്കുന്നു. അവിടെ നേരെ ആക്റ്റീവായിട്ട് CV ട്യൂബ് സെല്ലിൽ പ്രവേശിക്കും. അപ്പൊ CV ട്യൂബ് സെല്ലിനകത്ത് ഇപ്പൊ എന്തുണ്ട്? ജലമുണ്ട്. അതിൽ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ സൂക്രോസ് ലയിച്ചു. സൂക്രോസ് ഡൈസാക്കറൈഡ് ഡിസോൾവ് ചെയ്യും, ലയിച്ചു. ഇത്ര മനസ്സിലായല്ലോ? അപ്പൊ എന്ത് മാറ്റം ഉണ്ടാവും? ഇതൊക്കെ മാറുന്നത് സൈഡ് W കൂടി, കുറഞ്ഞു, DP കുറഞ്ഞു, OP കൂടി. അങ്ങനല്ലേ? വാട്ടർ പൊട്ടൻഷ്യൽ കുറഞ്ഞു, ഡിഫ്യൂഷൻ കുറഞ്ഞു, OP കൂടി. സ്വാഭാവികമായിട്ടും തൊട്ടടുത്ത സൈലത്തിൽ നിന്ന് ജലം അങ്ങോട്ട് കയറും. ജലം അങ്ങോട്ട് കയറും. സൈലത്തിൽ നിന്നുള്ള ജലം ഫ്ലോയത്തിലോട്ട് കയറും. അപ്പൊ ഫ്ലോയത്തിനകത്ത് ഒന്നുണ്ടാവും? ഒരു മർദ്ദം ഉണ്ടാവും, അല്ലേ? ശരിയല്ലേ? ബസ്സിനകത്ത് ആൾക്കാർ ഞെരുക്കമുണ്ടാവും. സ്വാഭാവികമായിട്ട് ഈ മർദ്ദം അനുസരിച്ച് ജലം അങ്ങോട്ട് പോയാലൊക്കത്തുള്ളൂ. ഈ ജലം നേരെ താഴേക്ക് ഒഴുകും. ആരെയും കൊണ്ട്? ഗ്ലൂക്കോസിനെ കൊണ്ട് താഴേക്കോ അല്ലെങ്കിൽ മുകളിലേക്കോ. ഇങ്ങോട്ട് വളച്ച് അങ്ങോട്ട് പോകും. കാരണം മേളിലുള്ള വാർത്ത കൊണ്ടാ ഇവിടെ ഗ്ലൂക്കോസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ജലം കൊണ്ട് കയറിക്കൊണ്ടിരിക്കുന്നു, താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ശരിയാണ്? ഇവിടെ വരുമ്പോ ഒന്നുകിൽ ഗ്ലൂക്കോസ് സ്റ്റാർച്ചായി മാറും, അല്ലെങ്കിൽ റെസ്പിറേഷന് വേണ്ടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ സെല്ലോസായി മാറാം. എന്ത് സംഭവിക്കാം? ഒന്നുകിൽ സ്റ്റാർച്ചായി മാറാം, സ്റ്റോർ ചെയ്യാം, മരച്ചീനിയൊക്കെ സ്റ്റാർച്ചായി മാറ്റി, അല്ലെങ്കിൽ റെസ്പിറേഷൻ വേണ്ടി ഉപയോഗിക്കാം. അതിവിടെ കുറെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ബാക്കി സെല്ലോസ് ആയിട്ട് ഉപയോഗിക്കാം, മാറ്റാം. അപ്പോഴേക്കും ഗ്ലൂക്കോസ് അളവ് കുറഞ്ഞു. ഫ്ലോയത്തിനകത്ത് ഗ്ലൂക്കോസ് അളവ് കുറഞ്ഞെങ്കിൽ ആ ജലത്തിനകത്ത് ഇപ്പം ഇതിന്റെ നേരെ വിപരീതം സംഭവിക്കും. അതായത് സൈഡ് W കൂടും, DP കൂടും, OP കുറയും. ശരിയല്ലേ? അപ്പൊ ആ ജലം നേരെ തിരിച്ചങ്ങോട്ട് കയറും, സൈലത്തിലോട്ട് കയറും. സൈലത്തിൽ കളഞ്ഞാൽ നേരെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കും. നേരത്തെ പറഞ്ഞ അതേ കഥയിൽ ഇവിടെ നടന്നത്. ഇങ്ങനെയാണ് ഫ്ലോയിഡ് ട്രാൻസ്പോർട്ട്. ഫ്ലോയിഡ് ട്രാൻസ്പോർട്ട് ഈസ് ഡൺ ബൈ വൺ നോർമൽ ഫ്ലോ കാൾഡ് പ്രഷർ ഫ്ലോ ഹൈപ്പോത്തസിസ് അഥവാ മാസ് ഫ്ലോ ഹൈപ്പോത്തസിസ്. ഇവിടെ വെള്ളം സൈലത്ത് അങ്ങോട്ട് പ്രഷർ ഉണ്ടാവും, അത് താഴ്ത്തു തള്ളും.
ഇങ്ങനെ തള്ളിത്തന്നെ താഴെ കൊണ്ടുവരും. ഇങ്ങനെയാണ് ഇവിടെ വെള്ളം തിരിച്ചു കയറും, സൈഡിൽ അങ്ങോട്ട് പോകും, അവിടെ ചില ഫ്ലോയിൽ കയറും, തിരിച്ച് ഇവിടെ വരും, വീണ്ടും സൈഡിൽ കയറും. ഇതിന്റെ ഇടയ്ക്ക് ഇവിടെ ഉണ്ടായ സൂക്രോസ് ഇവിടെ വന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇവിടെ വന്നുകൊണ്ടിരിക്കും. ഇത് പാഠപുസ്തകം കൊടുത്തിട്ട് നേരിട്ട് കാണിക്കും. ഇതാണ് ഫ്ലോ ആൻഡ് ട്രാൻസ്പോർട്ട്. ഇവിടെ ഓർത്തിരിക്കേണ്ടത് ഗ്ലൂക്കോസ് ഇസ് ട്രാൻസ്പോർട്ട് ഇൻ വിച്ച് ഫോം? സുക്രോസ്. അത് വളരെ ഇമ്പോർട്ടന്റ്. ഇനി നമ്മൾ ഫ്ലോയത്തിലൂടെയാണ് പ്രിപ്പയർഡ് ഫുഡ്. ഒരു എക്സാമ്പിൾ പറയുന്നത്, ഒരു എക്സ്പെരിമെന്റ് പറയുന്നത്, ഒരു ഗ്രിഡ് എക്സ്പെരിമെന്റ് എന്നാണ്. ഇത് വായിക്കാണ് പുസ്തകത്തിലോട്ട് വരച്ചോ. ഗ്രിഡിലിംഗ് എക്സ്പെരിമെന്റ് എന്നൊരു എക്സ്പെരിമെന്റ് ഉണ്ട്. ഗ്രിഡിലിംഗ് എക്സ്പെരിമെന്റ് എന്താണ് ഗ്രിഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഗ്രിഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ടൈറ്റാനിക് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അതിന്റെ നായിക വയറ്റത്ത് വെച്ച് കിട്ടുന്ന ഒരു പാള പോലെ സാധനമുണ്ട്, അതിനാണ് ഗ്രിഡിൽ എന്ന് പറയുന്നത്. ഒരു സമയത്ത് അത് ഇങ്ങനെ ഇരിക്കുന്ന ബാറ്റ് കയറുമ്പോൾ ഇങ്ങനെ പൊരുത്ത് കിട്ടാം. അപ്പൊ ഈ വയറ്റത്തിന് വെച്ച് മുതുകത്ത് വെച്ച് മുറുക്കി കെട്ട് വയറിങ്ങനെ ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഈ സാധനമാണ് ഗ്രിഡിൽ എന്ന് പറയുന്നത്. തിരിച്ചു വെച്ചാൽ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇങ്ങനെ പൊരുത്ത് കെട്ട് മുതുകത്തോണ്ട് അതാണ് ഗ്രിഡിൽ എന്ന് പറയുന്ന സാധനം. ഗ്രിഡിൽ ഷേപ്പ് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, യൂലോത്രിക്സൺ എന്ന് പറഞ്ഞ് നമ്മളൊക്കെ പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ ഇത് ചെടി ചെയ്യുന്നതാണ് ഗ്രിഡിലിംഗ് എക്സ്പെരിമെന്റ് എന്ന് വിളിക്കുന്നത്. ഇത്രയുള്ള സംഭവത്തിൽ ചെടി ചെയ്ത് നിൽക്കുകയാണ് മണ്ണിൽ. ചെടിയുടെ ഇല ഞാൻ ഡയഗ്രാമാറ്റിക്കായിട്ട് വരയ്ക്കുന്നത് അതിന്റെ ഇലയാണ്. ഞാനത് ഇങ്ങനെ ബ്ലേഡ് കൊണ്ടൊരു കട്ട് ചെയ്താൽ ഇങ്ങനെ ചുറ്റും കട്ട് ചെയ്തു, അപ്പുറം ഇങ്ങനെ കട്ട് ഇങ്ങനെ ചുറ്റും വട്ടത്തിൽ കട്ട് ചെയ്തു. എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്തതിനു ശേഷം ആ തോല് ഉരിഞ്ഞു കളഞ്ഞത്, ആ തോല് മാത്രം ഉരിഞ്ഞു എടുക്കുന്നുണ്ട്. ആ തോല് മാത്രം ഇങ്ങനെ ഉരിഞ്ഞെടുത്തു. ആ ഉരിഞ്ഞെടുത്തവന് ഈ പടം ഇങ്ങനെ ഇരിക്കുന്ന ഇങ്ങനെ ഇരിക്കും. ശരിയല്ലേ? ഇലയൊക്കെ ഉണ്ട്, ഇലയൊക്കെ ഇതൊക്കെ ശരിയല്ലേ? അപ്പൊ ഞാൻ ഇത് എടുത്തു പറഞ്ഞത് അതിനകത്ത് പഠിച്ചത് ഓർത്ത് നോക്കും. നമ്മളതിന്റെ ബാർക്കാണ് എടുത്ത് കളഞ്ഞത് അല്ലേ? ബാർക്ക് എടുത്ത് കഴിയുമ്പോൾ പ്രൈമറി ഫ്ലോയോ കോട്ടക്സ് എല്ലാം പോയി, പക്ഷേ സൈലവും സെക്കൻഡറി ഫ്ലോയോ ഉൾപ്പെടെ എടുത്തു കളഞ്ഞത്. സൈലം മാത്രമേ ഞാൻ നോക്കൂ, ഫ്ലോയ ഉൾപ്പെടെ എത്താൻ കളഞ്ഞിട്ട്. ഫ്ലോയ അതിനകത്തില്ല, ഫ്ലോയും കൂടെ എടുത്ത് ചേർത്തേം കളഞ്ഞു. ബാർക്കും പിന്നെ എല്ലാം എടുത്താൻ കളഞ്ഞു. ഇത് കോർക്കുകയാകുമ്പോൾ അതോടെ സൈലം മാത്രമേ കളഞ്ഞു. ഫ്ലോയ കംപ്ലീറ്റ് മൂവ് ചെയ്തു. കുറെ കഴിയുമ്പോൾ ഇങ്ങനെ താഴേക്ക് ഒഴുകി വരുന്ന ഫുഡ് ഇവിടെ ഇങ്ങനെ അക്യൂമുലേറ്റ് ചെയ്തിരുന്നത്. കാരണം ഫുഡ് ഇവിടെ ഞാൻ താട്ട് വരികയാണ്, താട്ട് വഴിയില്ലാത്ത ഇവിടെ നിന്ന് കൂടി വന്ന് സെല്ലെല്ലാം ഡിവൈഡ് ചെയ്ത് വേഗം വരെ ഇറങ്ങി. ഇതിനർത്ഥം ഫുഡ് അവിടെ അക്യൂമുലേറ്റ് ചെയ്ത് ഫുഡ് താഴേക്ക് വരുമായിരുന്നു, വഴിയില്ല. കാരണം ഫ്ലോയെ ഞാൻ കട്ട് ചെയ്തു. ഇനി ഞാൻ കട്ട് ചെയ്ത് സൈഡ് കട്ട് ചെയ്ത് ഉണങ്ങിപ്പോയാൽ, കാരണം ജലലോണം കിട്ടത്തില്ലല്ലോ. പക്ഷെ അങ്ങനെയല്ല, ജലലോണം കിട്ടുന്നുണ്ട്. അതിന് കാരണം സൈഡ് നടുകയിലിരിക്കും, അതിന് കുഴപ്പമില്ല. അപ്പൊ ഫ്ലോയമാണ് റിമൂവ് ചെയ്തത്. ഫ്ലോയ റിമൂവ് ചെയ്തപ്പോൾ ഇവിടെ ഫുഡെല്ലാം അക്യൂമുലേറ്റ് ചെയ്ത പരമായിട്ട് വേര് വരെ ഉണ്ടാവുകയാണ്. സോ ദിസ് ഇസ് കാൾഡ് ഗ്രിഡിലിംഗ് എക്സ്പെരിമെന്റ്. ദിസ് പ്രൂവ് ദാറ്റ് ഫ്ലോ ആൻഡ് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ പ്രിപ്പയർഡ് ഫുഡ് ഈസ് ഫ്ലോയിങ് ത്രൂ ദ പോയം എന്നാണ് ഇത് തെളിയിക്കുന്നത്. മനസ്സിലായി? ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് തന്നെ പഠിക്കാനുള്ളത്. സോ നമുക്ക് അടുത്തൊരു ചാപ്റ്റർ വെച്ചാണ് മിനറൽ ന്യൂട്രീഷൻ. അത് ചാപ്റ്ററാണ്.
ചാപ്റ്റർ പേര് മിനറൽ ന്യൂട്രീഷൻ എന്നാണ്. അപ്പൊ ഈ ചാപ്റ്റർ കഴിഞ്ഞ ചാപ്റ്റർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ട് തരാം, അതൊക്കെ ചെയ്ത് നോക്കണം, ഡൗട്ട് കൊണ്ട് ചോദിക്കുക വേണം. വാട്ട് ഈസ് ന്യൂട്രീഷൻ? ന്യൂട്രീഷൻ എന്ന് ചേർത്തത് അതിൽ മലയാളം പോഷണം എന്നാണ്. പോഷണം, മോഷണം അല്ല. ഒരു ജീവജാലം അതിന്റെ ചുറ്റുപാടുന്ന പദാർത്ഥങ്ങളെ ഭക്ഷണമായി സ്വീകരിക്കുകയും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതിനെ വിളിക്കുകയാണ് ന്യൂട്രീഷൻ. ന്യൂട്രീഷൻ is a phenomenon with which an organism receives substances from the environment and utilizing it. നിങ്ങളിപ്പോൾ ഭക്ഷണമായിട്ട് കഴിക്കുന്നത് എന്തുവാ? നിങ്ങൾ ഇവിടെ നിന്നോട്ട് കഴിക്കുന്ന അമേരിക്കൻ ഫുഡാണോ? അല്ല. നിങ്ങൾ ഇവിടെ നിന്ന് കഴിക്കുന്നത് നിങ്ങൾക്ക് ചുറ്റുപാട് കിട്ടുന്ന ഭക്ഷണമാണ്, നിങ്ങൾ വസ്തുവാണ് ഭക്ഷണമാകുന്നത്, അല്ലേ? ഇവിടെ നിങ്ങൾ മൂന്നാറിലെ ഭക്ഷണം കഴിക്കാൻ നിൽക്കില്ല, നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ മൂന്നാറ് ജില്ലയാണ് മൂന്നാറിലെ ഭക്ഷണം കഴിക്കുന്നത്, അല്ലേ? അപ്പം യു ആർ റിസീവിങ് സബ്സ്റ്റൻസസ് ഫ്രം ദ എൻവയോൺമെന്റ്. ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ച് നിങ്ങളെ അല്ല, നിങ്ങളെ ഞാൻ മരത്തിലുള്ള ഒരു പശു, അതെവിടെ ഫുഡ് കഴിക്കുന്നത്, അതെവിടെയാണോ ഇരിക്കുന്നത് ചുറ്റുമുള്ള വസ്തുവാണ് സ്വീകരിക്കുന്നത്. സോ any organism that receives substance from the environment and utilizing it, അത് പ്രയോജനപ്പെടുത്തിയത് വേണം. നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ അത് ദഹിച്ച് നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമായി മാറുന്നെങ്കിൽ അത് പോഷണമാകുന്നു. അല്ലാതെ നിങ്ങൾ ഫുഡ് കഴിച്ച് വയറിളായിപ്പോയി, അപ്പോൾ പോഷണമാവില്ല. മാത്രമല്ല ഏത് സബ്സ്റ്റൻസിനാണ് കഴിക്കുന്നത് മണ്ണ് വരത്തില്ല, ഇല്ല, അതൊന്നും പ്രയോജനം ചെയ്യത്തില്ല. അപ്പോൾ എനി മെറ്റീരിയൽ ദാറ്റ് ക്യാൻ പ്രൊവൈഡ് ന്യൂട്രീഷൻ ഈസ് കാൾഡ് എ ന്യൂട്രിയന്റ്. എനി മെറ്റീരിയൽ ദാറ്റ് ക്യാൻ പ്രൊവൈഡ് ന്യൂട്രീഷൻ ഈസ് കാൾഡ് എ ന്യൂട്രിയന്റ്. നിങ്ങൾ മണ്ണ് വരുത്തുന്നത് ന്യൂട്രീഷൻ ആവത്തില്ല. പകരം നിങ്ങൾ കാർബോഹൈഡ്രേറ്റ്, സ്റ്റാർച്ച്, ഫാറ്റ്, പ്രോട്ടീൻ, മിനറൽസ്, വൈറ്റമിൻസ് കഴിക്കും, ഗുണമാണ്. ഇതടങ്ങിയിട്ടുള്ള വസ്തുക്കൾ കഴിച്ചോളൂ, കുഴപ്പമില്ല. നിങ്ങൾ കുറച്ച് പാറ തിന്നും, നോ യൂസ്, അതുപോലെ പൊയ്ക്കോളൂ, അത് ന്യൂട്രിയന്റ് അല്ല. സോ ന്യൂട്രീഷൻ തരുന്ന വസ്തുക്കളൊക്കെയാണ് ന്യൂട്രിയന്റ്. ഓക്കെ, ഇവിടെ ചെടികൾക്ക് മിനറൽ എങ്ങനെ ന്യൂട്രീഷൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ ചെടികൾക്ക് മിനറൽസ് പ്രയോജനപ്പെടുന്നു. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ചെടികൾ മിനറൽ എങ്ങനെ വലിച്ചെടുക്കുന്നു, ഏതൊക്കെ മിനറലാണ്, അത് വലിച്ചെടുത്ത പ്രയോജനമുണ്ട്, വലിച്ചെടുത്തിലുള്ള ദോഷമുണ്ട്, ഇത്രയും കുറിച്ച് നമ്മൾ പഠിക്കും. ഓക്കെ, സോ മിനറൽ ന്യൂട്രീഷൻ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞത് ഇസ് എ മെത്തേഡ് വിത്ത് വിച്ച് പ്ലാന്റ് അബ്സോർബ് മിനറൽസ് ആൻഡ് യൂട്ടിലൈസിംഗ് ഇറ്റ് എന്നാണ് പറഞ്ഞത്, അല്ലെ? ഇനി ഇന്ന് ഏകദേശം 128ഓളം മിനറലുകൾ നമ്മൾ കെമിസ്ട്രിയിൽ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ. ഇതെല്ലാം നിങ്ങൾക്ക് വേണം. ഭക്ഷണത്തിനോട് ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഭക്ഷണത്തിൽ നിങ്ങൾ അയൺ കഴിച്ചില്ലെങ്കിൽ കുഴപ്പമുണ്ടോ? ഉണ്ട്, പോയിട്ട്. ഭക്ഷണത്തിൽ അയൺ കഴിച്ചില്ലെങ്കിൽ വിളർച്ച ഉണ്ടാവും. ഭക്ഷണത്തിലെ കാൽസ്യം കഴിച്ചില്ലെങ്കിൽ എല്ലിനും പല്ലിനും ദോഷം ഉണ്ടാവും. വൈറ്റമിൻ എ കഴിച്ചില്ലെങ്കിൽ കാഴ്ചയ്ക്ക് ദോഷം ഉണ്ടാവും. നിങ്ങൾ സ്വർണം കഴിച്ചില്ല, അതിന് കുഴപ്പമുണ്ട്. നിങ്ങൾ സൈനൈഡ് കഴിച്ചില്ല, അതിന് കുഴപ്പമുണ്ട്, ഒരു കുഴപ്പമില്ല. നിങ്ങൾ വെള്ളി, കോപ്പർ ആവശ്യമുണ്ട്, വെള്ളി കഴിച്ചില്ല, അത് കുഴപ്പമില്ല. അപ്പോൾ എല്ലാ മിനറൽസും വേണ്ടല്ലോ. അത് ചെടികൾക്കും എല്ലാ മിനറൽസും ആവശ്യമില്ല. അപ്പൊ ചെടികൾക്ക് ഏതൊക്കെ മിനറൽ ആവശ്യമുണ്ട് അത് ചെടി മണ്ണിൽ നിന്ന് വലിച്ചെടുക്കും. അത് ഏതൊക്കെ? അത് മണ്ണിലെല്ലാം ഉണ്ടല്ലോ. അപ്പൊ ഏതാണ് ചെടി വലിച്ചെടുക്കുന്നത് പറയാൻ നോക്കോ? ഇല്ല. അപ്പോ അവിടെ ഒരു സയന്റിസ്റ്റ് കൊണ്ടുവരുന്ന മെത്തേഡ് നമ്മൾ പഠിക്കണം. അത് 1860 ജൂലിയസ് വോൺ സോച്ചസ് എന്ന സയന്റിസ്റ്റ് മണ്ണിൽ ചെടിയെ വളർത്താതെ വെള്ളത്തിൽ വളർത്തി നോക്കി. മണ്ണിൽ വളർത്തിയാൽ എന്താ വെച്ചാൽ മണ്ണിലുള്ള എല്ലാം ചെടി വലിച്ചെടുക്കും. കാരണം മണ്ണിലെല്ലാം ഉണ്ട്, നമുക്ക് ഏത് പാറയ്ക്കത് എന്തെന്ന് അറിയുന്നത്. പക്ഷെ ഇട്ട് കൊടുക്കുന്നതിൽ അത് കാണത്തുള്ളൂ, അല്ലേ? അത് അദ്ദേഹം ഓരോ ലവണം ഇട്ട് നോക്കി. ഏത് ലവണം ഇടാതിരുന്നാൽ ചെടിക്ക് എന്ത് ദോഷം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി. അപ്പൊ വെള്ളത്തിൽ ചെടിയെ വളർത്തുന്നതിന് ഒരു പേരുണ്ട്, ഹൈഡ്രോപോണിക്സ് എന്നാണ്. ഹൈഡ്രോപോണിക്സ് അഥവാ സോയിൽ ലെസ് കൾച്ചർ അഥവാ വാട്ടർ കൾച്ചർ. നിങ്ങൾ ഈ മണി പ്ലാന്റ് പോലെ ചെടികളൊക്കെ വെള്ളത്തിൽ വളർത്താറുണ്ടല്ലേ. അത് ഡിസ്റ്റിൽഡ് വാട്ടർ ആണോ? ഡിസ്റ്റിൽഡ് വാട്ടർ ആണെങ്കിൽ സംഭവിക്കും, ചെടി നശിച്ചുമാണ്. ഡിസ്റ്റിൽഡ് വാട്ടർ ആണെന്നൊന്നും കിട്ടാനില്ല. അപ്പോൾ ലവണങ്ങൾ അടങ്ങിയിട്ടുള്ള വെള്ളമാണ് നിങ്ങൾ ഒഴിക്കുന്നത്. അതിനകത്തുള്ള ലവണങ്ങൾ ചെടി വലിച്ചെടുക്കുകയും ചെയ്യും. കൂടുതൽ വളം കൂടുതൽ നന്നായി വളരരുത്, അല്ലെങ്കിൽ ചത്തി വളരും. അപ്പോൾ ചെമ്പരത്തി ചെടിച്ചട്ടി മാറ്റിയിട്ട് ഇതുപോലെ ഒരു വെള്ളത്തിൽ വളർത്താനൊക്കെ ഒക്കത്തില്ല, അത് അഴുകിപ്പോകും. കാരണം എന്താ? ചെമ്പരത്തിൽ വേരുകൾ ശ്വസിക്കാനാണ്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ചെടിച്ചട്ടിക്കകത്ത് ഒരു ദ്വാരം ഇട്ടേക്കുന്നത്? നിങ്ങൾ ഇതുവരെ യാത്ര പോകാൻ പോകണം, ദ്വാരം അടച്ചതിന് ശേഷം വെള്ളം നിറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കും, ചെടി അഴുകിപ്പോകും. എന്താണ് ചെടി അഴുകിപ്പോകുന്നത്? ചെടിക്ക് വെള്ളത്തിനകത്തുള്ള വേരിന് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, ശ്വസിക്കാൻ കഴിയുന്നില്ല. വേരിന് ശ്വസിക്കണം. വേരിന് ശ്വസിക്കുന്നത് എവിടുന്നാണ്? മൺതരികൾക്കിടയിലുള്ള വായുവിൽ നിന്നാണ്. പക്ഷെ നിങ്ങൾ അവിടെ വെള്ളം ഒഴിച്ച് വെച്ചാൽ അവിടെ വെള്ളം നിറഞ്ഞിരിക്കും. അവരെ ശ്വസിക്കാൻ പറ്റില്ല, വേരഴുകി പോകും, ചെടി നശിച്ചു.
അപ്പൊ ചെമ്പരത്തി വെള്ളത്തിൽ ഇട്ടെന്ന് സംഭവിക്കുമല്ലോ അല്ലേ? അപ്പൊ അദ്ദേഹം ചെയ്തെന്ന് നോക്കാം. സോ ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞിരിക്കുക. What is hydroponics? That is a method of culturing or cultivating plants in water. Water must be containing all the nutrient elements. അല്ലേ? അതുകൊണ്ട് തന്നെ കൾച്ചർ മീഡിയം അല്ലെ വാട്ടർ കണ്ടെയ്ൻ ഓൾ നെസസറി എലമെന്റ്സ് എന്ന് തന്നെ പറയാം. അത് വെറും വെള്ളമല്ല, വാട്ടർ വിത്ത് ആൾ നെസസറി. ചെടിക്ക് എന്തൊക്കെ എലമെന്റ്സ് ഉണ്ടോ അതല്ല അതിനകത്ത് ഉണ്ടായിരിക്കണം. അതിന് വളരത്തുള്ളൂ, അല്ലെങ്കിൽ വളരത്തില്ല. ശരിയല്ലേ? നമുക്ക് നോക്കാം. അദ്ദേഹം നേരത്തെ പാത്രം എടുത്തു, എന്നിട്ട് മുകളിൽ ഒരു ദ്വാരമുള്ള ഒരടപ്പ് വെച്ച് അടച്ചു. എന്നിട്ട് ഇതിനകത്ത് സൊല്യൂഷൻ ഉണ്ട്. ഈ ദ്വാരമുള്ള ഈ അടപ്പിലൂടെ ചെടി ഇങ്ങോട്ട് ഇറക്കി എന്റെ വേര് വെള്ളത്തിനകത്ത് മുങ്ങിക്കുകയാണ്. അത് കെട്ടിയൊക്കെ വെച്ചു. ചെടിയെല്ലാം എന്നിട്ട് ഒരു ഇങ്ങനെ ഒരു ഫണലിട്ടു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പക്ഷെ വേര് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ വേര് അഴുകി പോകും, ശ്വസിക്കാനൊക്കെ. അപ്പൊ എന്ത് ചെയ്തു? ഒരു കുഴൽ ഇങ്ങനെ ഇട്ടു. അതിന്റെ അതിൽ കൂടെ എയർ കടത്തിപ്പെട്ടു. എയർ ഇങ്ങനെ ബബിൾസ് ആയിട്ട് പോകും. അപ്പൊ ബബിൾസ് ഒന്ന് എയറാണ് ഇങ്ങനെ തങ്ങി പോകുമ്പോൾ വേര് ശ്വസിക്കാൻ കഴിയും. ദിസ് കാർഡ് ഹൈഡ്രോപോണിക്സ്. ഇതിന്റെ പടം കഴിച്ചിട്ടുണ്ട്, നിങ്ങൾ പുസ്തകത്തിലുള്ളതാണ്. നിങ്ങൾ വരച്ച് പഠിച്ചോണം. ആ പടം വരച്ചോണം. ഈ പടം കൊടുത്തിട്ട് ചോദിക്കും വാട്ട്സ് എ മെത്തേഡ് എന്ന് പറയണം. ഹൈഡ്രോപോണിക്സ്. ഹു ഡിസ്കവർഡ് ഇറ്റ്? ജൂലിയസ് വാൻ സോച്ചസ്. ഇൻ വിച്ച് ഇയർ? 1860. ഇത് പരീക്ഷയ്ക്ക് വർഷം ചോദിച്ചുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്. പണ്ട് ഒരു വർഷം ചോദിച്ച ഒരു ചോദ്യം ഞാൻ പറയുന്നത്, ദാറ്റ് ഈസ് പ്ലാസ്മ മെംബ്രെയിന്റെ സ്വീകാര്യമായ മോഡൽ ഏത് വർഷം ആര് കൊണ്ടുവന്നു. ഇതേപോലെ ഇതും ചോദിച്ചുകൊണ്ട് ഇൻ വിച്ച് ഇയർ? 1860. ഹൂസ് ജൂലിയസ് വാൻ സോച്ചസ്? ഇറ്റ്സ് എ ജർമ്മൻ ബൊട്ടാണിസ്റ്റ് ആയിരുന്നു. സോ എന്നിട്ട് പരീക്ഷയ്ക്ക് ഈ പറഞ്ഞത് വാട്ട് ഹാപ്പൻ ഇഫ് നോട്ട് എയർ ഇസ് ഗിവൺ? എയർ ഇങ്ങനെ കൊടുത്തിട്ട് സംഭവിക്കുന്ന ചോദ്യം. ഇഫ് എയർ ഇസ് നോട്ട് സപ്ലൈഡ് ദ പ്ലാന്റ് വിൽ ഡൈ ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് ഓക്സിജൻ ഓർ റെസ്പിറേഷൻ. എന്നിട്ട് ഇവിടെ വാട്ടർ വിട്ട് ആൾ ന്യൂട്രിയൻസ്, എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ളതാണ് അല്ലെ? സോ അങ്ങനെ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ഇതേക്കൂടെ നമ്മൾ വെള്ളമോ അല്ലെങ്കിൽ ന്യൂട്രിയൻസ് ഇട്ട് കൊടുക്കാനുള്ള ഒരു വഴി. ആ പടം തന്നെ കണ്ട് വരച്ചെടുക്കാം. ഇതാണ് പറയുന്നത്. അപ്പൊ ഇതിനകത്തുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന എലമെന്റ്സ് ആയിരിക്കും കാണുന്നത് അല്ലേ? ഇപ്പൊ ചെടിക്ക് എല്ലാ എലമെന്റ്സും കുറെ എലമെന്റുകൾ ഇട്ടിട്ട് പുള്ളി കണ്ടുപിടിക്കുകയാണ്. അയൺ കൊടുത്തില്ല. അപ്പൊ നോക്കുകയാണെങ്കിൽ ചെടിക്ക് അത് മഞ്ഞ നിറത്തിൽ വരുന്നു. അപ്പം ചെടിക്ക് അയൺ വേണമെന്നല്ലേ എന്റെ അർത്ഥം. ഗോൾഡ് കൊടുത്തില്ല, ചെടിക്ക് ഒരു കുഴപ്പമില്ല. അപ്പൊ ചെടിക്ക് ഗോൾഡ് വേണോ? വേണ്ട. സിൽവർ കൊടുത്തില്ല, ചെടിക്ക് ഒരു കുഴപ്പമില്ല. അപ്പൊ ചെടിക്ക് അത് വേണ്ട. ഫോസ്ഫറസ് കൊടുത്തില്ല, അല്ലെങ്കിൽ ഒരു മഞ്ഞ. അപ്പൊ ചെടിക്ക് അത് വേണം. അപ്പൊ ഇങ്ങനെ കണ്ടുപിടിച്ചിവിടെ. അതേസമയം ഇത് മണ്ണിനകത്ത് കിടത്തിയാന്ന് പറയുന്നു. നിങ്ങൾ മണ്ണ് അത്ര വാരി കഴിയാലും പാറയ്ക്കകത്ത് മണ്ണല്ലി വാരി ഇടുന്നതല്ല അല്ലേ? മണ്ണകത്ത് നൂല് വരും. അതിൻ്റെ അതെല്ലാം ഉണ്ടല്ലോ. പാറ കഷ്ണം വാരിയിട്ട് അവരെ അത് നൂല് വരും. അപ്പൊ നമ്മുടെ കണക്കൊണ്ടിരിക്കും ശരിയാവില്ല. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ്. ഇനി അപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഹൈഡ്രോപോണിക്സ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് വിച്ച് എലമെന്റ് ഈസ് നീഡഡ് ബൈ പ്ലാന്റ് ആൻഡ് ഇൻ വിച്ച് ക്വാണ്ടിറ്റി. അങ്ങനെയും കണ്ടുപിടിക്കാമല്ലോ, ശരിയല്ലേ? ഇപ്പം നൈട്രജൻ വേണം. ഇതൊരു 3 എണ്ണം ഉണ്ടാക്കി. ഇതിനകത്ത് 5 കൊണ്ട് നൈട്രജൻ ഇട്ട് 10 ഇട്ട് 15 ഇട്ട് 5 ഇട്ടതിന് വളർച്ച കുറവ്, 10 ഇട്ട് നന്നായിട്ട് 15 ഇട്ട് വളർച്ച കുറവ്. അതിന്റെ അർത്ഥം എന്ത്? നൈട്രജൻ വേണമെന്നും അത് മാക്സിമം വേണ്ടത് 10 യൂണിറ്റ് ആണെന്ന് തെളിഞ്ഞില്ലേ? അപ്പൊ നമുക്ക് ഹൈഡ്രോപോണിക്സിന് 2 ഉപയോഗമുണ്ട്. എന്താണ്? വി ക്യാൻ ഫൈൻഡ് വിച്ച് എലമെന്റ് ഈസ് നീഡഡ് ആൻഡ് ഇൻ വിച്ച് ക്വാണ്ടിറ്റി. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ചെടിക്ക് ആവശ്യമുള്ള എലമെന്റുകളെ, ആവശ്യമില്ലാത്ത എലമെന്റും ഉണ്ടല്ലോ, ആവശ്യമുള്ള എലമെന്റുകളാണ് എസെൻഷ്യൽ എലമെന്റ്സ്. സോ വാട്ട് ആർ എസെൻഷ്യൽ എലമെന്റ്സ്? നോക്കാം. The elements which are nearby plant is called essential element.
എസെൻഷ്യൽ എലമെന്റ് വിളിക്കും. സ്വർണ്ണ എസെൻഷ്യൽ എലമെന്റ് ആണോ? അല്ല. വെള്ളി എസെൻഷ്യൽ എലമെന്റ് ആണോ? അല്ല. ഫോസ്ഫറസ് എസെൻഷ്യൽ എലമെന്റ് ആണോ? ആണ്. ഇല്ലെങ്കിൽ രോഗമുണ്ട് അല്ലേ? അപ്പൊ എന്താണ് ഒരു എസെൻഷ്യൽ എലമെന്റ് എന്ന ഒരു എലമെന്റിനെ കുറിച്ച് ചോദിക്കുന്ന ക്രൈറ്റീരിയ? ഒന്ന്, they are needed for the normal growth and development of plants. ഞാൻ പറയാം, they are needed for the normal growth of development of plants. ചെടിയുടെ ശരിയായ വളർച്ചയ്ക്കും വികാസത്തിനും ഈ എലമെന്റ് ആവശ്യമുണ്ടായിരിക്കണം. രണ്ട്, in its absence plant will show certain disease symptoms. ഇതില്ല എങ്കിൽ ചെടികൾ എന്ത് കാണിക്കും? രോഗലക്ഷണം കാണിക്കും. മൂന്ന്, they cannot be replaceable. റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നൈട്രൈന് പകരം നിങ്ങൾ ഫോസ്ഫറസ് ഇട്ട് കൊടുത്താൽ മതി. നൈട്രൈന് പകരം നൈട്രൈൻ തന്നെ വേണം അല്ലേ? നിങ്ങൾ കടയിൽ മണ്ണെണ്ണ വാങ്ങാൻ ചെല്ലുക, റേഷൻ കടക്കാരെ മണ്ണല്ല പച്ചവളം തെറ്റ കൊണ്ട് കത്തിക്കാമെന്ന് വെച്ചാൽ നിങ്ങൾ മേടിക്കും. ഇല്ല, മണ്ണെണ്ണ ഒഴിക്ക് കത്തിക്കേണ്ട വിളക്കിൽ മണ്ണെണ്ണ തന്നെ ഒഴിച്ച് വെക്കും അല്ലേ? അതുപോലെയാണ് ചെടികൾക്ക് നൈട്രൈൻ വേണമെങ്കിൽ നൈട്രൈൻ തന്നെ വേണം. ആ നൈട്രൈൻ വേണ്ടി സൾഫർ കൊടുത്താൽ പോരാ. അങ്ങനെയാണ് അത്. ഇതാണ് മൂന്നാമത്തെ പാർട്ട്. എന്താണ്? they cannot be replaceable. അടുത്തത്, they directly participate in metabolic activity. They directly participate in metabolic activity. ഇതൊക്കെയാണ് essentiality of an element. എന്താണ്? ഒന്നുകൂടെ പറയാം. They are needed for the, they are necessary for the normal development and growth of a plant. രണ്ട്, its absence will cause diseases. മൂന്ന്, they are specific, cannot be replaceable. ഒരെണ്ണം സ്പെസിഫിക് ആയിട്ട് മാറ്റാനൊക്കത്തില്ല. നാല്, they directly participate in metabolism. നേരിട്ട് മെറ്റബോളിസം പങ്കെടുക്കും. അല്ലാതെ ഒരു എലമെന്റ് അവിടെ നോക്കിക്കൊണ്ടിരിക്കുക വേറെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്. ഡയറക്റ്റ് ആയിട്ട് തന്നെ പങ്കെടുക്കും. സോ ദീസ് ആർ ദ ക്രൈറ്റീരിയ ഫോർ എസെൻഷ്യാലിറ്റി ഓഫ് എലിമെന്റ്. ഇത് നോട്ട് ചെയ്യാനുള്ളപ്പോൾ അതിനകത്ത് പോയിന്റ്സ് എല്ലാം കാണും. ഓക്കെ, ഇനി ഈ എസെൻഷ്യൽ എലിമെന്റ് ആകെ എത്ര നമ്മൾ നോക്കും? എസെൻഷ്യൽ എലിമെന്റ്സ് ആണ് 17. എത്ര എസെൻഷ്യൽ എലിമെന്റ് ആണ് ശരിക്കും ആവശ്യമുള്ളത്? 17. അതിൽ 9 വലിയ അളവിൽ ആവശ്യമാണ്. മാക്രോ എലമെന്റ്സ് അഥവാ മേജർ എലമെന്റ്സ്. ബാക്കി 8 ചെറിയ അളവിൽ മൈക്രോ അഥവാ മൈനർ അഥവാ ട്രേസ് എലമെന്റ്സ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ട്രേസ് എലമെന്റ്സ്. അപ്പൊ ആകെ 17 എലമെന്റുകൾ വേണം. അതിൽ 9 വലിയ അളവിൽ ആവശ്യമുണ്ട്. മാക്രോ എലമെന്റ്സ് അഥവാ മേജർ എലമെന്റ്സ്. 8 ചെറിയ അളവിൽ മതി. എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചോറ് കുറെ കഴിക്കും, അല്പം അല്പം കറിയല്ല കഴിക്കും. അല്ലാതെ കറി ധാരാളം അല്പം ചോറ് അങ്ങനെയാണ്. അങ്ങനെയല്ല. അതേപോലെയാണ് ഇവയ്ക്ക് ആവശ്യമുള്ളത്. കൂടുതൽ ആവശ്യമുള്ളതുകൊണ്ട് കുറച്ച് ആവശ്യമുള്ളത്. കൂടുതൽ ആവശ്യമുള്ളത് വേണ്ടിയാണ് മേജർ എലമെന്റ് അഥവാ മാക്രോ എലമെന്റ്. കുറച്ച് മതി മൈനർ അഥവാ മൈക്രോ അല്ലെങ്കിൽ ട്രേസ്. ട്രേസ് എന്ന് വെച്ചാൽ പൊടി എന്നർത്ഥം. പരീക്ഷ ഒരു വാട്ടർ ട്രേസ് എലമെന്റ്സ്. എലമെന്റ്സ് വെച്ചാൽ സ്മാൾ ക്വാണ്ടിറ്റി. അപ്പൊ ഏതൊക്കെയാണ് നോക്കൂ? ഇത് ഏതൊക്കെ എലമെന്റ് നമ്മൾ പഠിച്ചിരിക്കണം? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, സൾഫർ, പൊട്ടാസ്യം, കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം. 1, 2, 3, 4, 5, 6, 7, 8, 9. ഇത് ഇത്രയാണ് ഇത് മാക്രോ എലമെന്റ്സ്. ഈ മൈനർ എലമെന്റ്സ് അയൺ, മെഗ്നീഷ്യം, മോളിബ്ഡനം, കോപ്പർ, സിങ്ക്, ബോറോൺ, ക്ലോറിൻ ആൻഡ് നിക്കൽ. ഇത്രയാണ്. 1, 2, 3, 4, 5, 6, 7, 8. കാണോ അടിച്ചേക്കണേ. അതിന് കാരണം ഞാൻ പറയാം. അപ്പോ മൈക്രോ എലമെന്റ് അയൺ, മാംഗനീസ്, മോളിബ്ഡനം, കോപ്പർ, സിങ്ക്, ബോറോൺ, ക്ലോറിൻ ആൻഡ് നിക്കൽ. ഇതൊക്കെയാണ് മൈക്രോ എലമെന്റ്സ്. സ്മാൾ ക്വാണ്ടിറ്റി. ഇനി മാക്രോ എലമെന്റ് മൈക്രോ എലമെന്റ് വ്യത്യാസമുണ്ട്, ഞാൻ പിന്നെ പറയാം. ഇനി വേറെ ചില എലമെന്റ് ഇത് രണ്ടിലും വരത്തില്ല, പക്ഷെ അത് ചെടികൾക്ക് ആവശ്യമാണ്. അവ വിളിക്കുന്നവരാണ് ബെനഫിഷ്യൽ എലമെന്റ്സ്. ബെനഫിഷ്യൽ എലമെന്റ് ചില ചെടിക്ക് ആവശ്യമുണ്ട്, എല്ലാ ചെടിക്കും വേണ്ട. ഇതെല്ലാ ചെടിക്കും ആവശ്യമുണ്ട്, പക്ഷെ ചില ചെടിക്ക് മാത്രം ആവശ്യമുള്ള ചില എലമെന്റുകൾ അതിനെ വിളിക്കുന്നവരാണ് ബെനഫിഷ്യൽ എലമെന്റ്സ്. നോക്കി അതൊക്കെയാണെന്ന്. 1 സോഡിയം, സിലിക്കോൺ, കൊബാൾട്ട്, സെലേനിയം. സോഡിയം, സിലിക്കോൺ, കൊബാൾട്ട്, സെലേനിയം എന്നിവ ചില ചെടികൾക്ക് ആവശ്യമുണ്ട്, പക്ഷെ എല്ലാ ചെടിക്കും വേണ്ട. അതുകൊണ്ട് അവയൊക്കെയാണ് ബെനഫിഷ്യൽ എലമെന്റ്സ്. ദേ ആർ നീഡഡ് ഫോർ സം പ്ലാന്റ് ഫോർ സം ഫംഗ്ഷൻ. അതുകൊണ്ടാണ് ഇത് കാണാൻ മറക്കരുത്. ഏത് വർക്കത്ത് ചോദിച്ചാലും ഇതിലേക്ക് പറയണം, കാരണം ഇത് ചോദിക്കുന്നത്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാക്രോ എലമെന്റ് അഥവാ മേജർ എലമെന്റ്,
ട്രേസ് എലമെന്റ് എന്താണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഇനി നമുക്ക് ഈ മാക്രോയും മൈക്രോയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പഠിക്കും. അതിനകത്ത് വേറെ ചില കാര്യങ്ങൾ പഠിക്കാം. ഇതിനകത്ത് തന്നെ നമ്മൾ ഈ എലമെന്റുകളെ വ്യത്യസ്ത കാറ്റഗറിയെ തരംതിരിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ ഈ 4 എലമെന്റുകളെ സ്ട്രക്ചറൽ എലമെന്റ് എന്നാണ് വിളിക്കുന്നത്. ഇതിന്റെ കാരണം ഇവ ശരീര നിർമ്മിതിക്ക് ഉപയോഗിക്കുന്നു. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ അത് ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസുകൾ ചേർത്ത് സെല്ലോസ് ഉണ്ടാകും. അതുകൊണ്ട് സെല്ലോസ് അല്ലേ സെൽവാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ വീടുണ്ടാക്കുന്ന സ്ട്രക്ചറൽ എലമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമെന്റ്, കട്ട, ജനല്, കതവ് ഇതെല്ലാം തന്നെ സ്ട്രക്ചറൽ എലമെന്റ് അല്ലേ. അതേസമയം വൈദ്യുതിയോ ഒരു ഫങ്ഷണൽ എലമെന്റ് ആണ് അല്ലെ. അതേപോലെയാണ് ഇവയാണ് സ്ട്രക്ചറൽ എലമെന്റ്സ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ. ഈ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ അത് പ്രോട്ടീന്റെ ഫംഗ്ഷനായി. പ്രോട്ടീൻ ഉപയോഗിച്ച് പ്ലാസ്മ പോലെ നിർമ്മിക്കും. അപ്പൊ അതൊരു വസ്തുവല്ലേ, അതുകൊണ്ടാണ് വിളിക്കുന്നത്. ഇനി അടുത്തത് എനർജി റിലേറ്റഡ് എലമെന്റ്സ്. എനർജി റിലേറ്റഡ് എലമെന്റ്സ് ഏതൊക്കെ? ഒന്ന് മെഗ്നീഷ്യം, മറ്റൊന്ന് ഫോസ്ഫറസ്. എന്താ മെഗ്നീഷ്യം എനർജി റിലേറ്റഡ് എലമെന്റ് എന്ന് പറയുമ്പോൾ മെഗ്നീഷ്യം ഈസ് യൂസ്ഡ് ഫോർ ഫംഗ്ഷനിങ് ഓഫ് ക്ലോറോഫിൽ. ക്ലോറോഫിലിന്റെ പ്രവർത്തനത്തിന് എന്താ അത്യാവശ്യമാണ്? മെഗ്നീഷ്യം വളരെ അത്യാവശ്യമാണ്. കാരണം ക്ലോറോഫിലിനകത്താണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ഫോട്ടോസിന്തസിസ് നടത്തുന്നത്. ഫോട്ടോസിന്തസിസ് നടത്തുമ്പോൾ ഗ്ലൂക്കോസ് എനർജി ട്രാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഫോസ്ഫറസ് ഈസ് നീഡഡ് ഫോർ ദ സിന്തസിസ് ഓഫ് ATP. ATP നിർമ്മിക്കണമെങ്കിൽ എഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇത് രണ്ടിനും വിളിക്കുന്നത് എന്താണ്? എനർജി റിലേറ്റഡ് എലമെന്റ്സ് എന്ന് വിളിക്കും. ഓക്കെ. ഇനി some are activators of enzyme. ചില എലമെന്റുകൾ എൻസൈമുകളുടെ ആക്ടിവേറ്റർ. ആക്ടിവേറ്റർ എന്ന് പറയുമ്പോൾ കാറുണ്ട്, പെട്രോൾ ഒഴിച്ചാൽ ഓടും എന്ന് പറയുമ്പോൾ എൻസൈം ഉണ്ട്, പക്ഷേ ആക്ടിവേറ്റർ ഉണ്ടെങ്കിൽ പ്രവർത്തിക്കത്തുള്ളൂ. അതുപോലെ നോക്കൂ, മെഗ്നീഷ്യം ഇറ്റ് ഈസ് ആൻ ആക്ടിവേറ്റർ ഓഫ് എൻസൈം റുബിസ്കോ. ഫോട്ടോസിന്തസിസ് പഠിക്കും. റിബുലോസ് ബൈഫോസ്ഫേറ്റ് കാർബോക്സൈലേസ് ഓക്സിജനേസ് എന്നാണ് എൻസൈമിന്റെ പേര്. ഇപ്പൊ പഠിക്കണ്ട, റുബിസ്കോ പഠിച്ചു വെച്ചാൽ റിബുലോസ് ബൈഫോസ്ഫേറ്റ് കാർബോക്സൈലേസ് ഓക്സിജനേസ് എന്നൊരു എൻസൈം ഉണ്ട്. ഫോട്ടോസിന്തസിസ് ഉള്ളതാണ്. അത് പ്രവർത്തിക്കണമെങ്കിൽ കാറിനകത്ത് ബാറ്ററി എന്ന പോലെ അല്ലെങ്കിൽ പെട്രോൾ എന്ന പോലെ ഇതുണ്ടെങ്കിൽ വർക്ക് ചെയ്യും. അതുപോലെ ഇറ്റ് ഈസ് ആൾസോ ആൻ എൻസൈം ഫോർ പെപ്റ്റേസ്. PPCase എന്ന് പറയും. ഫോസ്ഫൈനോൾ പൈറുവേറ്റ് കാർബോക്സൈലേസ് ആണ് എൻസൈം മൊത്തം പേര്. പിന്നെ പഠിക്കും നിങ്ങൾ, അതുകൊണ്ട് ഇപ്പോൾ കാണാൻ പഠിച്ചിട്ട് വിഷമിക്കണ്ട. ഫോസ്ഫൈനോൾ പൈറുവേറ്റ് കാർബോക്സൈലേസ് ഇയാൾ രണ്ടും വർക്ക് ചെയ്യണമെങ്കിൽ ഇയാൾ ആക്ടിവേറ്റർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലായാലും. ഇനി വേറൊന്നുണ്ട്, സിങ്ക്. ഇറ്റ് ഈസ് ആൻ ആക്ടിവേറ്റർ ഓഫ് ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ്. ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് എൻസൈം വർക്ക് ചെയ്യണമെങ്കിൽ സിങ്ക് വേണം. ഉണ്ടെങ്കിൽ ചാർജ് ആകത്തുള്ളൂ. ഇനി വേറൊന്നുണ്ട്, മോളിക്കുലർ MO. അത് ഇറ്റ് ഈസ് നീഡഡ് ഫോർ ദ നൈട്രോജനേസ്. എൻസൈം നൈട്രജൻ ഫിക്സേഷൻ നടക്കാൻ വേണ്ടി ബാക്ടീരിയ നൈട്രജൻ ഫിക്സേഷൻ നടത്തുന്നതിനാണ് ഇത് വേണം. ഇതുകൊണ്ടെങ്കിൽ പ്രവർത്തിക്കത്തുള്ളൂ. ഇനി വേറൊന്നുണ്ട്, പൊട്ടാസ്യം. ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ നടത്തുന്നതാണ്. അത് ലവണ ജല തുലനാവസ്ഥ പോലെ. മാത്രമല്ല പൊട്ടാസ്യത്തിന്റെ പുറത്ത് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോമേറ്റ് എല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. താഴെ പറഞ്ഞ ഏത് എലമെന്റാണ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോമേറ്റിക് വേണ്ടത്? പൊട്ടാസ്യം. പൊട്ടാസ്യം ഉണ്ടെങ്കിൽ സ്റ്റോമേറ്റ് തുറക്കി അടയ്ക്കുകയും ചെയ്യും. ചോദിച്ചൂടെ? സ്ഥിരം ചോദിക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് പഠിച്ചു വെച്ചാൽ. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നില്ല. ഇനി നമ്മൾ മാക്രോ എലമെന്റ് മൈക്രോ എലമെന്റുള്ള വ്യത്യാസങ്ങളെ കുറിച്ച് പഠിക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ മാക്രോ എലമെന്റ് ആൻഡ് മൈക്രോ എലമെന്റ് നിങ്ങൾക്ക് അവർ തന്നെ അറിയാം. ആണിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വലിയ അളവ് ആവശ്യമുള്ളത് മാക്രോ എലമെന്റ്, ചെറിയ അളവ് ആവശ്യമുള്ളത് മൈക്രോ എലമെന്റ്. സിമ്പിൾ അല്ലേ? വേറെ ചില വ്യത്യാസം കൂടിയുണ്ട്. നോക്കൂ എന്താണ് ഇതൊക്കെ എഴുതി വെച്ചോണം. മാക്രോ എലമെന്റ്, മാക്രോ, ഇത് മൈക്രോ. എന്താണ് മാക്രോ മൈക്രോ എന്നത്? ലാർജ് ക്വാണ്ടിറ്റി, അത് തന്നെ അറിയാം. സ്മാൾ ക്വാണ്ടിറ്റി, ചിലവിടെ പറയും. അതുകൊണ്ടാണ് ഞാൻ പേരിട്ടത്. ഇനി ഇവിടെ അളവ് എത്ര വരെ ആകണം? അതായത് മോർ ദാൻ വെച്ചാൽ കൂടുതൽ,
10 millimole per kilogram dry weight in dry weight. Dry weight. Dry weight എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ ദാൻ 10 millimole per kilogram per dry weight എന്ന് വെച്ചാൽ ഡ്രൈ ചാരം നടത്തും. നിങ്ങൾ ഒരു മരം എടുത്ത് അത് വെട്ടി അതിന്റെ തടിയെല്ലാം കത്തിച്ച് 1 കിലോ ചാരം എടുത്ത് പരിശോധിച്ചാൽ അതിൽ കാർബണിന്റെ അളവ് 10 മില്ലിമോളിൽ കൂടുതലായിരിക്കും, ഹൈഡ്രജന്റെ അളവ് 10 കൂടുതലായിരിക്കും, നൈട്രജന്റെ 10 കൂടുതലായിരിക്കും. അങ്ങനെ മാക്രോ എലമെന്റ് എല്ലാം 10 കൂടുതലായിരിക്കും. പക്ഷേ മൈക്രോ എലമെന്റുകളെല്ലാം 10 താഴെയായിരിക്കും. അതാണ് less than 10 millimole per kilogram in dry weight. ഡ്രൈ വെയിറ്റ് എന്ന് വെച്ചാൽ ജലാംശം എല്ലാം കളഞ്ഞ വെയിറ്റിനെയാണ് ഡ്രൈ വെയിറ്റ് എന്ന് വിളിക്കുന്നത്. ചാരമാണ്. നിങ്ങൾ എത്ര ഉണക്കിയാലും ജലാംശം പോകുന്നത്, കത്തിച്ച ജലാംശം ചാരം. ഇത് പരീക്ഷ ചോദിക്കുന്നതായിരിക്കും. ആഷ് ടെസ്റ്റ് ഈസ് കണ്ടക്ടഡ്. ആഷ് ടെസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? one element is seen to be 8 millimole per kilogram per dry weight. ഒരു എലമെന്റ് 8 മില്ലിമോളേ ഉള്ളൂ. വിച്ച് എലമെന്റ് ഈസ് ദാറ്റ്? താഴെ പറയുന്നത് പൊട്ടാസ്യം, സൾഫർ, മാംഗനീസ്, കാൽഷ്യം. പൊട്ടാസ്യം, സൾഫർ, മാംഗനീസ്, കാൽഷ്യം. ഇതാണ് കൊടുത്തിരിക്കുന്ന ഉത്തരം. ഏതായാലും ഉത്തരം ഇതാണ് മാംഗനീസ്. ഇതിൽ മാക്രോ എലമെന്റ്, ഇതെല്ലാം തന്നെ മാക്രോ എലമെന്റ്. അപ്പൊ അത് പഠിച്ചല്ലേ എഴുതാനൊക്കെ തോന്നും. അതാ പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചില്ല. മാക്രോ എലമെന്റ് പേരുകളാണ് പഠിച്ചിരുന്നത്. ഇത് ചോദിച്ചാൽ മനസ്സിലാക്കി. അടുത്തത് മാക്രോ എലമെന്റ് കൂടിയാൽ നോട്ട് ടോക്സിക്. കൂടിയെന്ന് വെച്ചു പക്ഷെ ഇയാൾ കൂടിക്കഴിഞ്ഞാൽ ടോക്സിക് ആണ്. എക്സസ് ഈസ് ടോക്സിക്. ഇത് 10 താഴെ ആയിരുന്നു, 11 കഴിഞ്ഞാൽ വിഷം. ചോറുണ്ട് കൂടിപ്പോയി, ഒരു നോക്കിയാൽ അല്ലേ. ഉറപ്പുള്ള രാത്രി 1 കഴിക്കാൻ പറഞ്ഞു, 3 കഴിച്ചു, കുഴപ്പമുണ്ട്, തത്തു. അപ്പൊ അതാണ് ചോറ് കൂടി പോയി കുഴപ്പമില്ല. അതുപോലെ ഇവിടെ മാക്രോ എലമെന്റ് കൂടി ഒരു കുഴപ്പമില്ല. പക്ഷെ മൈക്രോ എലമെന്റ് കൂടിയാൽ അത് ടോക്സിക് ആയിരിക്കും, അല്ലേ. അതാണ്. ഇനി മാക്രോ എലമെന്റ് സ്ട്രക്ചറൽ കമ്പോണൻസ് ആയിരിക്കും. സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നത്. സെൽ വാൾ നിർമ്മിക്കുക, പ്ലാസ്മ നിർമ്മിക്കുക, ഇങ്ങനെയൊക്കെ ആയിരിക്കും. മൈക്രോ എലമെന്റ് ഫങ്ഷണൽ ആയിരിക്കും. എൻസൈമിന്റെ നിർമ്മാണം, വീട്ടിൽ വൈദ്യുതി എന്ന പോലെ എൻസൈമിന്റെ നിർമ്മാണം, അതിലെ പ്രോട്ടീൻ കാരിയേഴ്സ് ഇങ്ങനെ ഉപയോഗിക്കും. ഓക്കെ, അത് പഠിച്ചാൽ കുഴപ്പമില്ല. സോ ദിസ് ചാർട്ട് സെയിങ് ദാറ്റ് വാട്ട് ഇസ് റിപ്രസെന്റ് മൈക്രോ എലമെന്റ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. പുസ്തകത്തിൽ ചാർട്ടായിട്ടൊന്നുമില്ല, ഞാൻ ചാർട്ടായിട്ട് പറഞ്ഞ് നോട്ടിനകത്ത് കാണും. ഇനി നിങ്ങൾക്ക് ബാക്കിയുള്ള 18 എലമെന്റിനെ കുറിച്ചും അതിന്റെ ഫംഗ്ഷനെ കുറിച്ചും എല്ലാം പുസ്തകം കൊടുത്തിട്ടുണ്ട്. ഏത് വിധത്തിൽ വരച്ചെടുക്കുന്നു, അതിന്റെ ഫംഗ്ഷൻ എന്ത്, അതൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഒന്നും ബോർഡ് എക്സാം ചോദിക്കത്തില്ല. പക്ഷെ എൻട്രൻസിന് ചോദിക്കും. എൻട്രൻസിന് പഠിക്കാൻ പോകുമ്പോൾ ഇതെല്ലാം പഠിച്ചിട്ടുണ്ട്. ചിലപ്പോഴാണ് സൾഫർ അടങ്ങിയ 2 അമിനോ ആസിഡ് പേരെന്താണെന്ന് ചോദിക്കാറുണ്ട്. സിസ്റ്റീൻ, സിസ്റ്റൈൻ, 2 എണ്ണമാണ്. പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, സുഖാത്തുണ്ട്. ചിലപ്പോഴാണ് ചിലപ്പോൾ ചോദിച്ച് കാണാറുണ്ട്. സൾഫർ അടങ്ങിയ 2 അമിനോ ആസിഡ് പേര് സിസ്റ്റീൻ ആൻഡ് സിസ്റ്റൈൻ. സിസ്റ്റീൻ ആൻഡ് സിസ്റ്റൈൻ എന്ന് പറഞ്ഞ 2 അമിനോ ആസിഡുകളുണ്ട്. അമിനോ ആസിഡ്സ്. ഇതിലാണ് സൾഫർ അടങ്ങിയിട്ടുണ്ട്. സൾഫർ ഇതാണ് ചിലപ്പോൾ ചോദിച്ചത്. വേറെ ഒന്നും ചോദിച്ച് കാണാറില്ല, അതുകൊണ്ട് ആ ഭാഗം ഞാൻ എടുക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ അത് എൻട്രൻസിന് വേണ്ടി പഠിച്ചാൽ മതി. നമുക്ക് ബോർഡ് എക്സാമിന് പഠിക്കണം. ഇനിയുള്ള ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ എന്ന രീതിയാണ്. ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ എന്താണ് ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ നോക്കാം. അപ്പൊ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കഴിക്കുന്നത് നിങ്ങൾക്ക് 2 ചപ്പാത്തി വേണം. 2 ചപ്പാത്തി കഴിക്കുവാണെങ്കിൽ 2 ചപ്പാത്തിയും കറിയും കൂട്ടി കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉച്ച വരെ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഉച്ച വരെ ജോലി ചെയ്യാനും പഠിക്കാനുള്ള എല്ലാ എനർജി കിട്ടും. പക്ഷെ ഒരു ദിവസം 1.5 ചപ്പാത്തി കിട്ടിയുള്ളെങ്കിൽ നിങ്ങൾക്ക് അന്ന് ഭയങ്കര ക്ഷീണമായിരിക്കും, അല്ലേ. അപ്പൊ നിങ്ങൾക്ക് 3 എണ്ണം കിട്ടിയാണെങ്കിലും ഒരു കുഴപ്പമില്ല. അപ്പോൾ മിനിമം അത്ര കിട്ടിയിരിക്കണം, 2 എണ്ണം കിട്ടിയിരിക്കണം, അല്ലേ. അതുപോലെയാണ് ചെടിക്ക് മണ്ണിൽ ജീവിക്കാൻ ഒരു നിശ്ചിത അളവിൽ മിനറൽസ് ഉണ്ടായിരിക്കണം. മണ്ണ് ചെടിക്ക് ജീവിക്കാൻ ഒരു നിശ്ചിത അളവിൽ മിനറൽസ് ഉണ്ടായിരിക്കണം. ആ അളവിനാണ് ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ. ദാറ്റ്സ് എ കോൺസെൻട്രേഷൻ ഓഫ് എലമെന്റ് ഇൻ ദ സോയിൽ വിച്ച് ഈസ് നീഡഡ് ഫോർ ദ നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് പ്ലാന്റ്. Critical concentration is the minimal concentration of element present in the soil needed for the normal growth and development of plant. Below to which, അതിന് താഴെയാണെങ്കിൽ പ്ലാന്റ് വിൽ ഷോ സർട്ടൻ ഡിസീസ് സിംറ്റംസ്. അതിന് താഴെയാണ് മിനറൽസിന്റെ അളവെങ്കിൽ ചെടികൾ എന്ത് വേണമെങ്കിൽ രോഗലക്ഷണം കാണിക്കും. അത്തരം രോഗത്തിന്റെ പേരാണ് ഡെഫിഷ്യൻസി സിംറ്റംസ്.
ഡെഫിഷ്യൻസി സിംറ്റംസ്. അപ്പൊ നിങ്ങൾ കർഷകർ തന്നെ ചെടിയെ കൊണ്ടോ ഇലക്കൊക്കെ വരൾച്ച, അല്ലെ ഇലക്കൊക്കെ ഒരു മഞ്ഞിപ്പ്, അല്ലെ മെഗ്നീഷ്യത്തിന്റെ കുറവ്, നിങ്ങളെ തന്നെ നോക്കിയിട്ട് പറയാമോ ശരീരം വിളറിയിരിക്കുന്നതിന് എന്ത് പറ്റിയ അയണിന്റെ കുറവാണ്. ഡോക്ടർ പറയും കാഴ്ചക്ക് രാത്രിയാകുമ്പോൾ കാഴ്ച പോകുന്നോ വൈറ്റമിൻ എയുടെ കുറവാണ്. അപ്പം ഓരോ എലമെന്റിന്റെയും കുറവ് കൊണ്ട് രോഗങ്ങൾ വരുന്നതിനാണ് ഡെഫിഷ്യൻസി. നമുക്കറിയാം നിങ്ങൾക്ക് 4 തരത്തിൽ രോഗങ്ങളുണ്ട്, അല്ലെ രോഗാണുക്കൾ മൂലം രോഗങ്ങളുണ്ടാകാം, അവയവങ്ങളുടെ ഫംഗ്ഷൻ തകരാറാകുമ്പോൾ രോഗങ്ങളുണ്ടാകാം, അപകടങ്ങൾ മൂലം രോഗങ്ങളുണ്ടാകാം, ഇതുപോലെ ഡെഫിഷ്യൻസി കൊണ്ട് രോഗങ്ങളുണ്ടാകാം. വേണ്ടത്ര ഭക്ഷണത്തിൽ വേണ്ടുന്ന ഘടകങ്ങളില്ലാത്ത അവസ്ഥ, അപര്യാപ്ത രോഗങ്ങൾ, അതിന് ഇംഗ്ലീഷ് വിളിക്കുന്നവരാണ് ഡെഫിഷ്യൻസി സിംറ്റംസ്. അപ്പം what is critical concentration? It is a minimum amount of element which is needed in the soil for the normal growth and development of plant, below to which plant will show certain disease symptoms called deficiency symptoms. Okay. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതേപോലെ നേരത്തെ പഠിച്ച പോലെ 2 കാര്യങ്ങളാണ്. ആക്റ്റീവ്ലി മൊബിലൈസ്ഡ് എലമെന്റും ഇമ്മൊബൈൽ എലമെന്റുകളും. ആക്റ്റീവ്ലി മൊബിലൈസ്ഡ് എലമെന്റ് നേരത്തെ പഠിച്ച അതേ കാര്യത്തിൽ ഈ ചാപ്റ്റർ ഒന്നും മാറ്റി പറഞ്ഞു. ആക്റ്റീവ്ലി മൊബിലൈസ്ഡ് എലമെന്റ്, ഇമ്മൊബിലൈസ്ഡ്. നേരത്തെ പഠിച്ചതുപോലെ അതേ പേര് തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് NKMG, PSNK എന്നാണ്. മറ്റേ പിയും സിയും വന്നത് പൊട്ടാസ്യം സൾഫർ വന്നിട്ടുണ്ട്. ഇവിടെ NKMG. പക്ഷെ ഇവിടെ CA ആണ് ഇമ്മൊബൈൽ എലമെന്റ്. അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ഇത് അങ്ങോട്ട് കൊണ്ടുപോകാം. ഇതെന്താ 2 ചാപ്റ്റർ ഒരേപോലെ 2 കാര്യങ്ങൾ വന്നത്? ചാപ്റ്റർ പോലെ 2 പേരായി കേട്ടിട്ടുള്ളത് അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു കണ്ടന്റ് 2 ചാപ്റ്റർ വരത്തില്ല. എന്തായാലും പഠിച്ചേ ഉള്ളൂ. ഇവിടെ ചോദ്യം ഇതുപോലെ തന്നെ വരും. അതായത് ഇത് മണ്ണിൽ കുറവാണെങ്കിൽ ഏതിരയ്ക്ക് ആദ്യ രോഗലക്ഷണം വരും? ഇതെടുത്ത് ഇങ്ങോട്ട് കൊടുക്കാൻ കഴിയുന്ന രോഗലക്ഷണം ആദ്യം നേച്ചർ ലീഫ് കാണിക്കും. ശരിയല്ലേ? നേരത്തെ പഠിച്ചതാണ്. ഇനി ഇതാണ് കുറവെങ്കിലോ ഇയാളായി രോഗലക്ഷണം ആദ്യം കാണിക്കുന്നത്. അല്ല, ഇത് കാൽഷ്യമാണ് കുറവെങ്കിൽ രോഗലക്ഷണം കാണിക്കുന്നത് ഇയാളായി. ഇതിന് വലിച്ചെടുത്ത് അങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ല. പറയാം, ആക്റ്റീവ് മൊബിലൈസ്ഡ് എലമെന്റാണ് മണ്ണിൽ കുറവെങ്കിൽ രോഗലക്ഷണം ആദ്യം കാണിക്കുന്നത് മെച്ചർ ലീഫായിരിക്കും. കാരണം മെച്ചർ ലീഫിൽ നിന്ന് വലിച്ചെടുത്ത് എന്ന ലീഫിന് കൊടുത്തു. എന്നാൽ ഇമ്മൊബൈൽ എലമെന്റ് ആണ് കുറവെങ്കിൽ മെച്ചർ ലീഫിന് അത് കുറവ് ബാധിക്കത്തില്ല. കാരണം അയാളുടെ ഗ്രോത്ത് അവസാനിച്ചു. പക്ഷേ എന്ന ലീഫായിരിക്കും രോഗലക്ഷണം കാണിക്കുക. സംശയമില്ലല്ലോ, നേരത്തെ പഠിച്ചത് തന്നെയാണ്. വീണ്ടും നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇത് ചെടികൾ കാണിക്കുന്ന ചില ഡെഫിഷ്യൻസി സിംറ്റംസ് പറയാം. അപ്പൊ നിങ്ങളുണ്ടാകുന്ന ഡെഫിഷ്യൻസി ഗോയിറ്റർ ഒരു ഡെഫിഷ്യൻസി സിംറ്റം നിങ്ങൾ കാണിക്കും. വിളർച്ച അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്, ഇതൊക്കെ നിങ്ങൾ കാണിക്കുന്ന ഡെഫിഷ്യൻസി സിംറ്റം. ചെടികൾ കാണിക്കുന്നതുണ്ട്. ഇവിടെ പേര് പറയാം. പേരും അതിന് കാരണമായ എലമെന്റിന്റെ ഡെഫിഷ്യൻസിയാണ് പറയുന്നത്. ഒന്ന് ക്ലോറോസിസ്, മഞ്ഞിപ്പ് രോഗം എന്ന് പറയാം. ഇടയ്ക്കൊക്കെ മഞ്ഞളുണ്ടാവും. ഏതൊക്കെ എലമെന്റാണ് വരുന്നത്? NKMG, S, Fe, Mn, Zn, Mo. ഇതിൽ ഏത് എലമെന്റ് മണ്ണിൽ കുറഞ്ഞാൽ ഈ രോഗലക്ഷണം കാണിക്കും. യെല്ലോയിങ് ഓഫ് ദി ലീഫ് എന്നാണ് ക്ലോറോസിസ്. അടുത്ത് നെക്രോസിസ്, ഡെത്ത് ഓഫ് ടിഷ്യൂ ആണ്. ഇത് യെല്ലോയിങ് ഓഫ് ലീഫ്. ഡെത്ത് ഓഫ് ടിഷ്യൂ നിങ്ങൾ ഈ മാവിന്റെ ഒക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ അങ്ങിങ്ങനെ കരിഞ്ഞ കഴിക്കുന്നതാണ്. കരിഞ്ഞ കഴി, അതാണ് ഡെത്ത് ഓഫ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ കരിഞ്ഞ കഴി. ഡെത്ത് ഓഫ് ടിഷ്യൂ എന്ന് പറയുന്ന നെക്രോസിസ്. ഡെത്ത് ഓഫ് ടിഷ്യൂ ഏതൊക്കെ രോഗലക്ഷണം? ഏതൊക്കെ എലമെന്റ് നോക്കൂ? കാൽഷ്യം, മെഗ്നീഷ്യം, കോപ്പർ, പൊട്ടാസ്യം. ഈ എലമെന്റുകൾ മണ്ണിൽ കുറവാണെങ്കിൽ ഈ രോഗലക്ഷണം കാണിക്കും. അടുത്തുണ്ട് ഇൻഹിബിഷൻ ഓഫ് സെൽ ഡിവിഷൻ. സെൽ ഡിവിഷൻ തടസ്സപ്പെടുക. സെൽ ഡിവിഷൻ തടസ്സപ്പെടുന്ന ഗ്രോത്ത് ഇല്ല, കുരുടിപ്പോകും. നിങ്ങൾ ചെടിയായിട്ട് അയ്യോ വളരുന്നില്ല, കുരുടിപ്പോയി എന്ന് പറയാം. കാര്യം സെൽ ഡിവിഷൻ നടക്കുന്നില്ല. അതിന് വിളിക്കുകയാണ് ഇൻഹിബിഷൻ ഓഫ് സെൽ ഡിവിഷൻ. ഏതൊക്കെ എലമെന്റ് കുറവാന്ന് നോക്കുള്ളൂ? KNSMO. ഇത് മണ്ണിൽ കുറഞ്ഞാലോ ഇല്ലെങ്കിലോ ഈ രോഗലക്ഷണം കാണിക്കും. ഇനി വേറെന്താണ്? ഡിലേഡ് ഫ്ലവറിംഗ്. പുഷ്പിക്കാൻ താമസിക്കുക. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലെ ചുറ്റുമുള്ള മാവുകളെല്ലാം പൂത്തു, നിങ്ങളുടെ മാവ് മാത്രം പൂത്തില്ല. കണ്ണു വിട്ട് ആരോ കണ്ണു വിട്ട് പുഷ്ടം പോലെ. അതുകൊണ്ടാണ് അല്ല, മണ്ണിൽ ചില മിനറൽസ് ഇല്ലാത്തതുകൊണ്ടാണ്.
അല്ലെങ്കിൽ മാവ് തൊട്ടപ്പുറത്തേക്ക് നിന്ന് കളിച്ചിട്ട് മാവ് പൂത്തിട്ട് നിങ്ങളുടെ മാവ് പൂക്കുന്നില്ലെങ്കിൽ ആദ്യം കണ്ടുവിട്ടതല്ല, നിങ്ങളുടെ മാവ് നിൽക്കുന്ന മണ്ണിൽ ചില എലമെന്റുകൾ കുറവാണ്, ഡിലേഡ് ഉള്ളത്. ഒരു മാസം കഴിഞ്ഞാൽ ചില പൂക്കുന്നു അല്ലേ. ഏതൊക്കെ എലമെന്റ് പുറത്ത് നോക്കും? എൽ, എസ്, എംഒ, നൈട്രജൻ, സൾഫർ, മോളിക്യൂൾ. കുറവാണെങ്കിൽ പോകത്തില്ല. ഇതൊക്കെ പരീക്ഷിച്ച് പഠിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ടോക്സിസിറ്റി ഓഫ് മൈക്രോ എലമെന്റ് എന്ന് പറഞ്ഞിട്ട് വലിയാണ് ഒരു ക്ലാസ് നമുക്ക് എടുക്കും. ഓക്കെ, ഇന്നിപ്പോൾ 1 മണിക്കൂർ ക്ലാസ് ഇട്ടിട്ടുള്ളൂ. ഒരു ക്ലാസ്സുകളിൽ നമുക്ക് കൂടുതൽ എടുക്കേണ്ടി വരും.